Meet the editors. ഹലോ, ഗുഡ് ഈവനിങ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നാടകീയ സംഭവങ്ങൾക്കൊടുക്കം 15ാം നിയമസഭയുടെ 14ാം സമ്മേളനം നടപടികൾ വെട്ടിച്ചുരുക്കി അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ ഉയർന്ന പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭാതലം സംഘർഷഭരിതമായതോടെയാണ് തിരക്കിട്ട നടപടി. ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം ഇനി തെരുവിലേക്ക് പടർത്താനാണ് പ്രതിപക്ഷ തീരുമാനം. ശബരിമല സ്വർണ്ണ കവർച്ചാ വിവാദത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷവും പ്രതിരോധിക്കാൻ ഭരണപക്ഷവും ഉറപ്പിച്ചതോടെ നാടകീയ രംഗങ്ങൾക്കാണ് നിയമസഭ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. അയ്യപ്പന്റെ സ്വർണം ചെമ്പാക്കിയ LDFന്റെ രാസവിദ്യ എന്ന ബാനർ ഉപയോഗിച്ച് സ്പീക്കറെ മറച്ചുള്ള പ്രതിഷേധത്തോടെ പിന്നോട്ടില്ലെന്ന നിലപാട് വ്യക്തമാക്കിയ പ്രതിപക്ഷത്തെ കണ്ടുകൊണ്ടാണ് സഭ തുടങ്ങിയത് തന്നെ. പ്രതിപക്ഷ MLAക്കെതിരെ മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ ബോഡി ഷേമിംഗ് പരാമർശവും പ്രതിഷേധത്തിൽ അലയടിച്ചു. സ്പീക്കർ AN ഷംസീറും പ്രതിപക്ഷ നേതാവ് VD സതീശനും നേരിട്ടുള്ള വാഗ്വാദത്തിലേക്കും കാര്യങ്ങൾ കടന്നു. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾ ഇവിടെ ഒന്ന് പോയി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു അംഗത്തെ കുറിച്ച് ബോഡി ഷെയ്മിംഗ് നടത്തുന്ന രീതിയിലുള്ള പരാമർശം അങ്ങേക്ക് ഞങ്ങൾ നിങ്ങൾക്ക് ക്രമപ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ക്രമപ്രശ്നങ്ങൾ സീറോ ഓവറിൽ ഉന്നയിക്കാൻ പറ്റൂ. തന്നെ മറച്ച ബാനറുകൾ പിടിച്ചുവാങ്ങാൻ വാച്ച് ആൻഡ് വാർഡിന് സ്പീക്കർ നിർദ്ദേശം നൽകിയതോടെ ചില പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. തടയാൻ വാച്ച് ആൻഡ് വാർഡുകളും എത്തിയതോടെ ഉന്തും തള്ളുമായി. ശബരിമല വിവാദത്തിൽ നാളേറെ പുലർത്തിയ കരുതലും നിയന്ത്രണവും ഭരണപക്ഷത്തിനും കൈമോശം വന്നതോടെ 15ാം നിയമസഭയുടെ 14ാം സമ്മേളനത്തിന്റെ 4ാം നാളും സംഘർഷഭരിതമായി. സംഘർഷത്തിനിടെ വാച്ച് ആൻഡ് വാർഡിനെ മർദ്ദിച്ചെന്നാരോപിച്ച് പ്രതിപക്ഷ MLAമാരായ റോജി M. ജോൺ, സനീഷ് കുമാർ ജോസഫ്, M. വിൻസെന്റ് എന്നിവരെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാർലമെന്ററി കാര്യമന്ത്രി MB രാജേഷ് അവതരിപ്പിച്ച പ്രമേയം സ്പീക്കർ അംഗീകരിച്ചു. ശ്രീ റോജി M. ജോൺ, ശ്രീ M. വിൻസെന്റ്, ശ്രീ സനീഷ് കുമാർ ജോസഫ് എന്നീ നിയമസഭാംഗങ്ങളെ സഭയുടെ നടപ്പ് സമ്മേളനത്തിന്റെ ശേഷിക്കുന്ന കാലയളവിൽ സഭാംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഈ സഭ തീരുമാനിക്കുന്നു എന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു. സർക്കാർ നടപടി ഏകപക്ഷീയമാണെന്നും വാച്ച് ആൻഡ് വാർഡന്മാരെ ഉപയോഗിച്ച് പ്രതിപക്ഷ MLAമാരെ ഇങ്ങോട്ട് ആക്രമിക്കുകയായിരുന്നുവെന്നുമാണ് നടപടിയിൽ പ്രതിപക്ഷത്തിന്റെ പക്ഷം. ഇന്ന് യഥാർത്ഥത്തിൽ സസ്പെൻഡ് ചെയ്യേണ്ടത് അവിടുത്തെ വാച്ച് ആൻഡ് വാർഡിനെയാണ്. വളരെ ശ്വാസം മുട്ടുന്ന തരത്തിൽ അവർ ഞെരുക്കുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായ അധിക്ഷേപ പരാമർശത്തിന്റെ തുടർച്ച ഭരണപക്ഷ ബെഞ്ചിൽ നിന്ന് ഇന്നുമുണ്ടായി. ഭിന്നശേഷിക്കാരെ അപമാനിക്കുന്ന പരാമർശം ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ നടത്തിയപ്പോൾ പ്രതിപക്ഷം തെമ്മാടിക്കൂട്ടമെന്ന് തൃക്കരിപ്പൂരംഗം M. രാജഗോപാലും അധിക്ഷേപിച്ചു. വില കുറഞ്ഞ പരാമർശങ്ങൾക്കെതിരെ സ്പീക്കർ നടപടിയെടുക്കുന്നില്ലെന്ന പരാതിയുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. സഭാവേളയിലെല്ലാം മുടക്കുക എന്നുള്ള തമ്മാടിത്തരമാണ് ഇവിടെ കൂടി കാഴ്ചവെക്കുന്നത്. സാർ, ഈ രണ്ട് കൈവില്ലാത്ത ഒരാള് ചന്തയിൽ ഒരു ഉറുമ്പ് കയറിയാൽ അനുഭവിക്കുന്ന ഒരു ഗതിയിലാണ് സാർ നമ്മുടെ പ്രതിപക്ഷം ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. മന്ത്രി രാജേഷും മന്ത്രി രാജീവും തുടരെ പ്രതിപക്ഷത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് നടത്തുന്നത്. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഭരണപക്ഷത്തിന്റെ പിടിവിട്ടോ? കൈവിട്ട പ്രതിഷേധമോ എന്നാണ് ചോദ്യം. സ്മൃതി, ഇന്ന് സഭയിൽ വീണ്ടും സംഘർഷഭരിതമായി. ഇന്ന് പ്രധാനപ്പെട്ട കാര്യം ഈ നിയമസഭയുടെ തെരഞ്ഞെടുപ്പിന് മുൻപാകെയുള്ള സെക്കൻഡ് ലാസ്റ്റ് നിയമസഭ എന്ന് പറയാം. ഇനിയുള്ളത് ബഡ്ജറ്റ് സെഷൻ മാത്രമാണ്. ഒരു ദിവസം മുൻപേ തന്നെ സഭാ നടപടികൾ വെട്ടിച്ചുരുക്കുന്ന രീതിയിലേക്ക് സഭയിൽ നിന്ന് പ്രതിഷേധമുണ്ടായി. പ്രതിഷേധം കൈവിട്ടുപോയി എന്ന് ഭരണപക്ഷം പറയുമ്പോൾ തിരിച്ച് വാച്ച് ആൻഡ് വാർഡിൻ്റെ ഭാഗത്തുനിന്ന് കുഴപ്പങ്ങളുണ്ടായി എന്ന് പറയുന്നു. വില കുറഞ്ഞ പ്രതികരണങ്ങൾ കണ്ടു. കൈവിട്ട പ്രതിഷേധമാണോ സഭയിൽ കണ്ടത്? കൈവിട്ട പ്രതിഷേധമൊന്നുമല്ല. ഈ പ്രതിഷേധം സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട പ്രതിഷേധമാണ്. ഉറപ്പായിട്ടും അതാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന തെളിവുകൾ, ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിഷേധം പിന്നെ ഏത് രൂപത്തിൽ വേണമെന്നാണ് നിശബ്ദമായി പ്രതിഷേധിച്ച് പറയാനുള്ളത്. അവരുടെ ഊഴത്തിൽ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകണം, സഭയുമായി സഹകരിക്കണം. അതാണ് ഭരണപക്ഷം ആഗ്രഹിക്കുന്നത്. ഭരണപക്ഷത്തിന് വന്നിരിക്കുന്ന പ്രതികരണങ്ങളും അങ്ങനെയായിരുന്നു. ഇന്നിപ്പോൾ 4ാം ദിവസമാണല്ലോ. ബാനറുമായി വരുന്നു, സ്പീക്കറുടെ മുന്നിലേക്ക് വരുന്നു, സ്പീക്കറുടെ മുഖം മറയ്ക്കുന്നു. ഇതാണ് ഇന്നും കണ്ടത്. പക്ഷേ സ്പീക്കർ സാധാരണഗതിയിൽ പെരുമാറുന്ന രൂപത്തിലല്ല ഇന്നത്തെ പ്രതികരണമായി സ്പീക്കർ AN ഷംസീറിന്റെ ഭാഗത്ത് നിന്ന്. സ്പീക്കർ പറയുകയാണ് ആ ബാനർ കീറിക്കളയണമെന്ന്. ആ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ സാധാരണ സ്പീക്കർമാരുടെ ഭാഗത്തുനിന്നുണ്ടാകാറില്ല. AN ഷംസീർ അത് കീറിക്കളയാൻ പറയുന്നു. അപ്പോൾ ആ കീറിയ ബാനർ അവർ കൊടിയാക്കിക്കൊണ്ട് അവർ പിന്നെ അവിടെ നിൽക്കുന്നു. എന്നിട്ട് അടുത്തൊരു ബാനറുമായിട്ട് വരുന്നു.
അപ്പോൾ പ്രതിപക്ഷാംഗങ്ങളെക്കാൾ കൂടുതൽ വാച്ച് ആൻഡ് വാർഡുകളെ വിന്യസിക്കുകയാണ്. ആ വാച്ച് ആൻഡ് വാർഡുകളെ വിന്യസിക്കുമ്പോൾ വനിതാ വാച്ച് ആൻഡ് വാർഡുകളെ മുന്നിൽ നിർത്തുകയാണ്. അതൊരു രീതിയാണ്. കാരണം വനിതാ വാച്ച് ആൻഡ് വാർഡിൻ്റെ ദേഹത്ത് തട്ടുകയാണെങ്കിൽ അതൊരു വേറെ ഗൗരവത്തിൽ കൊണ്ടുവന്ന് വേറെ രൂപത്തിലേക്ക് അതാക്കാൻ പറ്റും. അത് പലതവണ നമ്മൾ സഭയിൽ കണ്ടിട്ടുള്ളതാണ്. ഒരിക്കലും ഓർക്കുന്നില്ലേ, ടി വി രാജേഷ് പൊട്ടിക്കരഞ്ഞ് ഓർക്കുന്നില്ലേ? അപ്പോൾ ടി വി രാജേഷ് പൊട്ടിക്കരയുന്ന രൂപത്തിലേക്ക് ആ രൂപത്തിൽ അന്നത്തെ ഭരണപക്ഷം അതിലേക്ക് കൊണ്ടുപോയിരുന്നു. അപ്പോൾ അതൊരു വേറൊരു തന്ത്രമാണ്. ആ തന്ത്രത്തിന് വനിതാ വാച്ച് ആൻഡ് വാർഡുകളെ നിർത്തുന്നു. ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ അധിക്ഷേപ പ്രസംഗത്തിലും ആ കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത്. വനിതാ വാച്ച് ആൻഡ് വാർഡുകളെ പോലും ഉപദ്രവിക്കാൻ വരുന്ന രീതിയിൽ, ആക്രമിക്കാൻ കഴിയുന്ന രീതിയിൽ, അങ്ങനെ ആരോഗ്യമില്ലാത്ത, പൊക്കമില്ലാത്ത ഒരു MLA വരുന്നു എന്നായിരുന്നല്ലോ മുഖ്യമന്ത്രിയുടെ പരാമർശം. മുഖ്യമന്ത്രി അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നുണ്ടായ സംഭവങ്ങൾ ഈ രൂപത്തിലേക്ക് മാറുന്നു. എന്നിട്ട് അതിന് ആ പ്രതിഷേധങ്ങളെ തടയുന്ന രൂപത്തിൽ ഇന്ന് ഇപ്പോൾ നോക്കൂ, നമ്മൾ ഈ കണ്ട പ്രതിഷേധങ്ങൾ റോജി M. ജോൺ അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന കാണുന്നുണ്ട്, വിൻസെന്റ് അവിടെ ബഹളം വയ്ക്കുന്ന കാണുന്നുണ്ട്. പക്ഷേ നമ്മളാരും ഇവിടെ ചീഫ് മാർഷലിനെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യം കണ്ടിട്ടില്ല. ചീഫ് മാർഷലിനെ പെട്ടെന്ന് പരിക്ക് പറ്റുന്നു, ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിലാണ്, അദ്ദേഹത്തിന് ശസ്ത്രക്രിയ വേണ്ടി വന്നു എന്നുള്ള പ്രതികരണമാണ് വന്നത്. സ്പീക്കർ അത് പറയുന്നു. അതിനുശേഷം പ്രമേയമായി മന്ത്രി MP രാജേഷ് അത് വായിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പരിക്കുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വിടൂ എന്ന് പ്രതിപക്ഷ MLA-മാർ വെല്ലുവിളിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ പുറത്തു വിടേണ്ടതുണ്ട്. കാരണം ആ രൂപത്തിൽ ആക്രമിക്കുന്നൊരു പ്രതിഷേധമാണ് അവിടെ നടന്നെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. വാച്ച് ആൻഡ് വാർഡിൻ്റെ ജോലി തന്നെ ഇവരെ തടയുക എന്നുള്ളതാണ്. അപ്പോൾ തടയുമ്പോൾ പ്രതിപക്ഷം സ്വാഭാവികമായിട്ട് ആ തടയിൽ മാറ്റാൻ ശ്രമിക്കും. അങ്ങനെ ഒരു ഉന്തും തള്ളുണ്ട്. അപ്പോൾ കയ്യിൽ പരിക്ക് പറ്റിയ, അതായത് മാന്തിയതും പൂറിയതും നഖം തട്ടി പാടുകളാണ് ഈ സസ്പെൻഷനിലായ MLA-മാരും കാണിക്കുന്നുണ്ട്. ഞങ്ങളുടെ കയ്യിലും ഈ പരിക്ക് മാന്തലിൻ്റെ പാടുണ്ട്. അതല്ലാതെ ഒരു ഓപ്പറേഷൻ നടത്തുന്ന രീതിയിലേക്ക് എന്ത് പരിക്കാണ് പറ്റിയത്? അങ്ങനെ ഒരു പരിക്കുണ്ടാകുന്നത് സ്പീക്കറുടെ ചേംബറിലേക്ക് പെട്ടെന്ന് സ്പീക്കർ പോയൊരു യോഗം ചേർന്ന ശേഷം തിരിച്ചു വന്നതിന് ശേഷമാണ് അങ്ങനെ പരിക്കെന്ന ആലോചനയുണ്ടാകുമെന്ന് പറയുന്നു. ഇതൊരു കള്ളത്തരമാണോ എന്ന് സംശയിക്കുന്നതിന് മുൻപ് ഒരു സംഭവം ഒരു കാരണമാണ്. കഴിഞ്ഞ വർഷവും ഇതേപോലെ ചീഫ് മാർഷലിന് പരിക്കേൽക്കുന്നു എന്ന് പറയുന്നു. പരിക്കേറ്റിട്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുക വരെ ചെയ്തിട്ടുണ്ട് ചില MLA-മാർക്കെതിരെ. എന്നിട്ട് ആശുപത്രിയിൽ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പരിക്കില്ല, പൊട്ടലുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു, പരിക്കില്ല എന്ന രൂപത്തിലുള്ള റിപ്പോർട്ട് കിട്ടുന്നു. അതിനുശേഷം ആ കേസ് പിൻവലിക്കേണ്ടി വന്നു. ഇതാണ് നമ്മുടെ മുന്നിലുള്ള കാര്യം. ആ ചീഫ് മാർഷലല്ല ഇപ്പോഴുള്ളത് എന്ന് സ്പീക്കർ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അതാണോ ഇതാണോ എന്നുള്ളതല്ലോ. ഒരിക്കലും ചീഫ് മാർഷലല്ല തീരുമാനിക്കുന്നത് എനിക്ക് പരിക്കുണ്ടോ എന്ന് വരുത്തി തീർക്കാൻ. അത് തീരുമാനിക്കുന്ന ഭരണപക്ഷമാണ്. അപ്പോൾ അങ്ങനെ ഒരു തന്ത്രം അവിടെ പ്രയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ് സഭയിൽ ഇന്ന് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു കൈവിട്ട പ്രതിഷേധമേ അല്ല. അപ്പുറം പ്രധാനപ്പെട്ട ഒരു വിഷയം അവിടെ ചോദിക്കുമ്പോൾ എന്താണ് ഇവിടെ ദേവസ്വം മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണം, ഇതാണല്ലോ പ്രതിപക്ഷം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയുന്നു ഈ 2025 ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി എന്ത് ചെയ്തിരിക്കുന്നു, ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ചെയ്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ കോടതിയിൽ കഴിഞ്ഞ ദിവസം വായിച്ചാണ്. അതിലപ്പുറമുള്ള കാര്യങ്ങൾ 2019 നടന്നിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു. അങ്ങനെ 2019 ദേവസ്വം മന്ത്രിക്ക് വലിയ പിഴവ് പറ്റിയെന്ന് ഇവരാരെങ്കിലും പറയുന്നുണ്ടോ? ദേവസ്വം ബോർഡ്, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പിഴവ് പറ്റിയെന്ന് ഇവരാരെങ്കിലും സമ്മതിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് സമ്മതിക്കണം. അത് സമ്മതിച്ചിട്ട് വേണം ഇവിടെ ഞങ്ങൾക്ക് പിഴവില്ലല്ലോ, അന്നല്ലേ പറ്റിയത്, ഇന്ന് പറ്റിയിട്ടില്ലെന്ന് പറയാം. രണ്ടുപേരുടെ ഭരണകാലയളവിലാണ്. അപ്പോൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിൽ ഏതൊക്കെയോ ഉദ്യോഗസ്ഥർ കൂടി ചേർന്നാണെന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന പുതിയ റിപ്പോർട്ടുണ്ടല്ലോ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പാളി കൊണ്ടുപോകാൻ പാകത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥർ മാത്രം നിൽക്കുന്ന രൂപത്തിൽ ഒരു റിപ്പോർട്ട് അല്ലേ? ആരൊക്കെ അവിടെ നിൽക്കണമെന്നുള്ള കാര്യത്തിൽ ചിലർ മനഃപൂർവ്വം മാറി നിൽക്കുന്നു, ചിലർ അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ട സഹകരണങ്ങളൊക്കെ അവിടെ ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. ഇതൊക്കെ തന്നെയും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പറ്റില്ല. കാരണം ഇപ്പോൾ കോടതി തന്നെ അത് സംശയിക്കുകയും കോടതി തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുകയും കോടതി നിയോഗിച്ച റിട്ടയർഡ് ജഡ്ജി ശനിയാഴ്ച വരാൻ പോവുകയും ഒക്കെയാണ്. അപ്പോൾ ഇതാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷം ഇത് പറയുമ്പോൾ ഇന്ന് നമ്മൾ കണ്ടതെന്നാണ്, ഒരിക്കലും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തിന് പരിഹാസമല്ല മറുപടി. പരിഹാസമാണ് ഇപ്പോൾ ഒരു സ്ഥിരം തന്ത്രമാക്കുന്നത് ഭരണപക്ഷത്തിനെ. അതൊരു ശരിയായ രീതിയാണോ എന്ന് ആലോചിക്കണം. കാരണം ആ പരിഹാസം പോകുന്നത് പ്രതിപക്ഷത്തേക്കല്ല, ആ പരിഹാസം പോകുന്നത് ജനങ്ങളിലേക്കാണ്. ആ പരിഹാസം എന്നുള്ളത് ജനം എടുത്ത് തോട്ടിൽ കളയും. അത്രയ്ക്കും രോഷമുണ്ടാകുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്ത് വരുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം അതിനി പറയണോ? സാധാരണ നിലയ്ക്ക് എൻ്റെ നാട്ടിലൊരു വർത്തമാനമുണ്ട് എന്ന് പറഞ്ഞിട്ട് 8:45 അട്ടിവച്ച പോലെ എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നത് എന്താണ്? ഭരണപക്ഷത്ത് നിന്ന് ഡെസ്കിലടിച്ചിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാലഹരണപ്പെട്ടത് എന്ന് പറയുന്ന ഇങ്ങനെ ഒരു പ്രസംഗം നടത്തുമ്പോൾ എപ്പോഴും ഈ രാഷ്ട്രീയ ശരികൾ പറയുന്ന പ്രധാനപ്പെട്ട പഴയ DYFI നേതാക്കളൊക്കെ ഇപ്പോൾ മന്ത്രിമാരായിരിക്കുന്നവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അതിലൊരു മന്ത്രി MP രാജേഷ് ആണെന്ന് പറഞ്ഞത് അത് ആരുടെയും പേര് പറഞ്ഞിട്ടില്ലല്ലോ. പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ പറയാമോ? ഒരു വ്യക്തിയാണല്ലോ ചൂണ്ടിക്കാണിക്കുന്നത്. ആ വ്യക്തിക്ക് പൊക്കമില്ലെങ്കിൽ ആ വ്യക്തിക്ക് ആരോഗ്യമില്ല എന്നാണോ? പൊക്കമില്ലാത്തവർ മുഖ്യമന്ത്രി ആയിട്ടുണ്ട് സാർ. ഇവിടെ EMS എത്ര പൊക്കം ഉണ്ടായിരുന്നു? AK ആന്റണിക്ക് എത്ര പൊക്കം ഉണ്ടായിരുന്നു? ആ പൊക്കമില്ലാത്തവരൊക്കെ ആരോഗ്യമില്ലാത്തവരാണോ?
പൊക്കമില്ലാത്തവരോ ആരോഗ്യമില്ലാത്തവരാണോ എന്ന് ചോദ്യം നമുക്ക് എല്ലാവർക്കും നമ്മളോട് പറ്റിയൊക്കെ ചോദിക്കാം. നമുക്കൊക്കെ ആരോഗ്യമില്ലേ? അപ്പോൾ അതുകൊണ്ട് അതൊരു ശരിയായ പ്രയോഗമല്ല. അപ്പോൾ ആ ശരീരശേഷി അതിനൊന്നും പറ്റാത്ത ഒരാൾ അവിടെ പ്രതിഷേധത്തിന് ഇറങ്ങിയെന്ന് പറയും. ഇപ്പോൾ മണിക്കൂർ ഇത്രയായാലോ, ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം രാത്രിയാകുന്നു. ഇതിനിടയ്ക്ക് ഖേദപ്രകടനത്തിനുള്ള സമയമായി. ഒരു ഖേദപ്രകടനം നടത്താമായിരുന്നു. കടകംപള്ളി ഖേദപ്രകടനം നടത്തിയോ? കടകംപള്ളി അവിടെ ആണത്ത ഘോഷണം നടത്തി. അദ്ദേഹം അതിന് കുഴപ്പമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു, എൻ്റെ പ്രയോഗം ഞാൻ തിരുത്തുകയാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞു. അതിലും ഗുരുതരമാണ് ഈ പ്രയോഗം. ഇന്നിപ്പോൾ ചിത്തരഞ്ജൻ എന്നാണ് പറഞ്ഞാൽ നമുക്കിവിടെ വായിക്കാൻ പോലും പറ്റുമോ? അപ്പോൾ ചിത്തരഞ്ജൻ പറയുമ്പോൾ ഈ രണ്ട് കൈയില്ലാത്ത ആൾക്കാരും ഇത് കാണുന്നുണ്ടല്ലോ. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അവരും കാണുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് പൊക്കമില്ലാത്തവരും കാണുന്നുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ നജീബ് കാന്തവരും പറയുകയാണ്, പൊക്കമില്ലാത്തൊരു സ്കൂൾ കുട്ടി എന്നെ വിളിച്ച് പറഞ്ഞ കാര്യം ചെറുപ്പത്തിലെ ഇവരൊക്കെ തന്നെ ചെറുപ്പത്തിൽ ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടാവും. സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ അനുഭവിക്കുന്നത്. ഇതൊക്കെ തമാശ പോലെ പറഞ്ഞു പോകുന്ന കാര്യമല്ല. ഇത് പരിഹാസത്തിന് പറ്റിയ വാക്കുകളല്ല. ഇന്നത്തെ കാലത്ത് നമ്മൾ എങ്ങനെയാണ് ഓരോ തരത്തിലും മാറുന്നത്? പല പ്രയോഗങ്ങളും നമ്മൾ പറഞ്ഞുകൂടാ. നാവിൻ തുമ്പത്ത് വന്ന് നമ്മൾ വിഴുങ്ങുന്ന വാക്കുകളില്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ സ്വയം പരുവപ്പെടണ്ടേ? അങ്ങനെ പരുവപ്പെട്ടു എന്ന് പറയുന്ന ഇടതുപക്ഷത്തു നിന്ന് വരുമ്പോൾ അത് കൂടുതൽ വിമർശിക്കപ്പെടേണ്ടതുണ്ട്. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അത് കുഴപ്പമില്ല എന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്നത് ശരിയല്ല. അപ്പോൾ ഇതല്ലല്ലോ വിഷയം സ്വർണ്ണമാണല്ലോ, സ്വർണ്ണപ്പാളിയാണല്ലോ. സ്വർണ്ണപ്പാളി പോയി എന്നുള്ളതാണല്ലോ. അപ്പോൾ മോഷണം നടന്നിട്ടുണ്ട്, മോഷണം മറിച്ച് വിറ്റിട്ടുണ്ട്. മറിച്ച് വിറ്റപ്പോൾ അത് വാങ്ങിയ ആൾക്ക് ഇതൊന്നും അറിയാതെ ഭക്തി പുരസ്സരം വാങ്ങിയ ആളാണ്, കോടികൾ കൊടുത്തിട്ടുമുണ്ടാകും. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഇതുവരെ കേസില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കൂടെയുള്ള ആളുകൾ ആരൊക്കെയാണെന്നുള്ള കാര്യത്തിൽ ഉത്തരവാദിത്തോടു കൂടി ഒരു മറുപടി വരുന്നില്ല. അപ്പോൾ ഈ സമരം വേറെ രൂപത്തിലാവുകയാണ്. എന്നിപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ സമരം കാണുന്നുണ്ടല്ലോ. എന്താണ് വിശ്വാസ സംഗമം തുടങ്ങിയിരിക്കുന്നു. അത് മുൻപ് BJP നടത്തിയ സമരത്തിൻ്റെയൊക്കെ രൂപത്തിൽ അവിടെ അയ്യപ്പനെ ചിത്രം വെച്ച് വിളക്ക് കൊളുത്തിയിട്ടൊക്കെ എന്താ പറയുക, അയ്യപ്പനെ വിളിച്ചുകൊണ്ടൊക്കെയാണ്, ശരണം വിളിച്ചുകൊണ്ടൊക്കെയാണ് ആ സമരം തുടങ്ങുന്നത്. അപ്പോൾ ആ പ്രതിഷേധം വിശ്വാസികളിലേക്ക് എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. BJP ഇന്ന് സകലയിടത്തും പ്രതിഷേധമായിരുന്നു. അവരും ആ പ്രക്ഷോഭ മാർഗത്തിലേക്കാണ്. അപ്പോൾ ഇനി സഭയിലല്ല, ഇനി തെരുവിലാണ്. ഓക്കെ, കൈവിട്ട പ്രതിഷേധമോ എന്നാണ് ചോദ്യം. ജിമ്മി, സഭയിൽ നടന്ന 2 ദിവസം നടന്ന കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. ഈ സ്വന്തം സംഭാഷണ ശൈലിയെക്കുറിച്ച് ഒരു പുസ്തകമുള്ള ഒരേ ഒരു മുഖ്യമന്ത്രി, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഉള്ള ഒരേ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അത് വർത്തമാനത്തിൻ്റെ പ്രകാരഭേദങ്ങൾ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ സംഭാഷണ ശൈലിയെക്കുറിച്ച് ഒരു പുസ്തകം കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ എഴുത്തുകാരൊക്കെ ചേർന്നിട്ട് കോവിഡ് കാലത്തെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളും പൊതുവെയുള്ള സംഭാഷണത്തെക്കുറിച്ചൊക്കെ വിശദമായി എഴുതി. അങ്ങനെ മുഖ്യമന്ത്രി ഈ കാരണഭൂതൻ പാട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ മുഖ്യമന്ത്രിയുടെ ശൈലിയെക്കുറിച്ച് ഒരു പുസ്തകം തന്നെയുണ്ട്. അതിനകത്ത് പറയുന്നൊരു കാര്യം, അതിനകത്ത് എടുത്തു പറയാവുന്ന പെട്ടെന്ന് പറയുന്നൊരു കാര്യം, മുഖ്യമന്ത്രിയുടെ അവതരണ രീതിയിലെ അതിനൊരു കലാതന്ത്രമുണ്ട് എന്നാണ് പറയുന്നത്. അത് കണിച്ചക്കാരനായ പിതാവിൻ്റെ ശാസന ഭാഷ, വത്സല പിതാവിൻ്റെ മസൃണ ഭാഷ, ഇതാണ് അതിനകത്തെ ഒരു ലേഖനത്തിലെ ഒരു പ്രസക്തമായ ഭാഗം. അപ്പോൾ മുഖ്യമന്ത്രിയുടെ സംസാര രീതിയെക്കുറിച്ച് വളരെ വിശദമായി നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ ഇന്നലത്തെ പ്രസ്താവന വരുന്നത്. പൊക്കം കുറഞ്ഞ ആളുകളെ കളിയാക്കിക്കൊണ്ടുള്ള ഇന്നലത്തെ പ്രസ്താവന. ആ പ്രസ്താവന കഴിഞ്ഞ് ഇതുവരെ ആ പറഞ്ഞത് തെറ്റായി പോയത് മുഖ്യമന്ത്രിക്ക് തോന്നിയിട്ടില്ല. അപ്പോഴാണ് നമ്മൾ സംസാരിക്കുന്നത് കൈവിട്ട പ്രതിഷേധമോ കൈവിട്ട പ്രതികരണമോ എന്നുള്ളതാണ് എനിക്ക് അതിനൊരു തിരുത്ത് പറയാനുള്ളത്. കൈവിട്ട പ്രതികരണങ്ങളാണ് ഇന്നലെ ഉണ്ടായത്. ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് കാര്യങ്ങൾ കൈവിട്ട് പോയപ്പോൾ ഉണ്ടായ ഒരു ക്ഷോഭത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു പോയതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് തിരുത്തേണ്ട സമയമായി. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. മുഖ്യമന്ത്രി അത് പറയുന്നു, അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. ഇന്ന് രാവിലെ ആകുമ്പോൾ മന്ത്രി MP രാജേഷ് എന്ന് പറയുകയാണ്, അത് വിചിത്രമായ ന്യായം. എന്തായിരിക്കും ഇന്ന് പറയാൻ പോകുന്നത് ന്യായം എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല. അദ്ദേഹം പറഞ്ഞത് അത് ആരെങ്കിലും വ്യക്തികളെ പറഞ്ഞതാണോ? അപ്പോൾ പിന്നെ ആരെക്കുറിച്ചാണ് പറയുന്നത്? നിയമസഭയിൽ മനുഷ്യരല്ലേ ഇരിക്കുന്നത്. ഏതോ ഒരു പൊക്കം കുറഞ്ഞ ആളെക്കുറിച്ചാണല്ലോ. ഇനിയിപ്പോൾ ഒരു സങ്കല്പമുള്ള ഒരു സ്ത്രീയെക്കുറിച്ചാണെങ്കിലോ, ഇനിയിപ്പോൾ ഒരു സങ്കല്പമാണെങ്കിലോ, അങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വീണിടത്ത് കിടന്ന് ഉരുളുക എന്ന് പറയും. മുഖ്യമന്ത്രിക്ക് ഒരു പ്രസംഗത്തിനിടെ ഒരു കാര്യം കൈവിട്ട് പോയതാണെങ്കിൽ അത് പിൻവലിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ കേരളത്തിൽ എത്രയോ തവണ ഇത്തരം സംഭാഷണം നമ്മൾ കേട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആളുകൾ സംസാരിച്ചിട്ടുണ്ട് ഇതേ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന്. അപ്പോഴെല്ലാം അത് ശരിയായില്ല എന്ന് പറഞ്ഞവരാണ് കേരളത്തിലെ ഭൂരിപക്ഷം ആളുകളും. ഒരു 10-20 വർഷം മുമ്പ് ആണും പെണ്ണും കെട്ടവൻ എന്നത് രാഷ്ട്രീയ പ്രസംഗങ്ങൾ നമ്മൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരുന്നതാണ്. പ്രധാനപ്പെട്ട പല രാഷ്ട്രീയ നേതാക്കൾ VS അച്യുതാനന്ദൻ അടക്കം ഈ വാക്ക് ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ പരിഷ്കരിച്ച് വന്ന് ഇതൊന്നും പറയാൻ പാടില്ലാത്ത വാക്കുകളാണെന്നും രാഷ്ട്രീയമായി ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പുതിയൊരു ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇനിയും ഒരുപാട് വാക്കുകളും ഒരുപാട് ശൈലികളും തിരുത്തപ്പെടേണ്ടതുണ്ട്. അതിന് പിന്നിലെ രാഷ്ട്രീയം കാരണം അത് മനസ്സിലാക്കാനുള്ളൊരു അവസരം വരുമ്പോൾ അത് ശരിയായില്ല. ഇപ്പോൾ ഇന്നലെ കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നു, ആണത്തം ഉണ്ടെങ്കിൽ ഇത് എനിക്കെതിരെയുള്ള ആരോപണം VD സതീശൻ തെളിയിക്കണം. അദ്ദേഹം പറഞ്ഞു ഈ ആണത്തം എന്ന് പറയുന്നത് ശരിയല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ അത് ന്യായമാണ്. അങ്ങനെയാണ് നമ്മൾ തിരുത്തുക. ഇത് പറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ വാവിട്ട വാക്കല്ലേ, അത് പിന്നെ തിരുത്തിക്കൂടെ? പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രിയുടെ മൗനം
ഇന്ന് MP രാജേഷ് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ചമച്ച വിചിത്രമായ വ്യാഖ്യാനം അതോടുകൂടി കൈവിട്ടു പോവുകയാണ്. അപ്പോഴെന്താ സംഭവിക്കുന്നത്? ചിത്തരഞ്ജൻ MLA പറയുന്നു, സാധാരണ വളരെ സഭ്യമായി സംസാരിക്കണം, അദ്ദേഹത്തിൻ്റെയും കൺട്രോൾ വിട്ടു പോവുകയാണ്. 2 കൈയില്ലാത്ത മനുഷ്യർ എവിടെയൊക്കെ ഉറുമ്പ് കയറിയാൽ എന്തൊക്കെ ചെയ്യും എന്ന വളരെ വികലമായ ഒരു അവസ്ഥ വർണ്ണിച്ചുകൊണ്ട് ചിരിക്കുകയാണ്. ഇതെല്ലാം ചെയ്യുമ്പോൾ ഭരണപക്ഷത്തു നിന്ന് വളരെ വലിയ കയ്യടിയും ആഹ്ലാദ ആരവങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ നോക്കൂ, അടുത്തത് അത് കഴിഞ്ഞിട്ട് തെമ്മാടിക്കൂട്ടം എന്ന് വിളിക്കുന്നു കാസർഗോഡ് എന്നുള്ള ജില്ലയിൽ നിന്നുള്ള MLA. തെമ്മാടിക്കൂട്ടം എന്ന് വിളിക്കുന്നത് പുറത്തൊക്കെ നമ്മൾ പ്രസംഗങ്ങളൊക്കെ ഇപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷേ സഭയ്ക്കകത്ത് വേറെ രീതിയിലുള്ള ഭാഷയാണ്. സഭയിലാണ് നമ്മൾ എന്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ നഴ്സറി എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിങ്ങൾ മോശം പറഞ്ഞാൽ പിന്നെ പുറത്തും ഇതൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രിയുടെ മൗനം, ആ മൗനത്തിൽ നിന്ന് ഇന്ന് പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷം പൂണ്ട് വിളയാടുന്ന അവസ്ഥയാണുള്ളത്. ഇത് ഇന്നല്ലല്ലോ. മുമ്പ് നവകേരള സദസ്സിൻ്റെ യാത്രയുടെ സമയത്ത് ആലപ്പുഴയിൽ വെച്ചാണല്ലോ മുഖ്യമന്ത്രിയുടെ മറ്റൊരു പ്രയോഗം നമ്മൾ കേട്ടത്, രക്ഷാപ്രവർത്തനം. അന്ന് പോലീസ് മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പുറത്തിറങ്ങി യൂത്ത് കോൺഗ്രസ്സുകാരെ അടിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, എനിക്ക് മുമ്പോട്ടും പുറകോട്ടും നോക്കാൻ പറ്റില്ല, നേരെ കണ്ടു അത് രക്ഷാപ്രവർത്തനമാണ്. ആദ്യം രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞു, പിന്നീട് ചോദിക്കുമ്പോഴാണ് എനിക്ക് പുറകിൽ കണ്ണില്ല, അതുകൊണ്ട് ഞാൻ കണ്ടതേ പറയും അത് രക്ഷാപ്രവർത്തനമാണ്. പിന്നീട് അങ്ങോട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് എല്ലായിടത്തും അടിയായിരുന്നു, നേരത്തെ പിടിച്ചടിച്ചു. അത് പോലീസുകാർ മാത്രമല്ല, അത് CPM-കാരുടെ കയ്യിൽ നിന്ന് DYFI-കാരുടെ നിന്നും അടി കിട്ടി. ഞാനൊരു പ്രീസിഡൻസാണ് പറയുന്നത്. മുഖ്യമന്ത്രി ഇതാണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ബാക്കിയുള്ള പരിപാടി ബാക്കിയുള്ള ആൾ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യും. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറയുന്നത് പോലത്തെ ഒരു പ്രയോഗമാണ്. അപ്പോൾ അതേ പാറ്റേൺ ഞാനിവിടെ കാണുകയാണ്. ഇന്ന് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ ഒരു കാര്യത്തിന് ഒരു പടി കൂടി കടന്ന് പൊക്കം കുറഞ്ഞ ആളുകളെ കളിയാക്കിയെങ്കിൽ വികലാംഗനെ കളിയാക്കുക, നിയമസഭയിലെ MLA-മാരെ തെമ്മാടി കൂട്ടമെന്ന് വിളിക്കുക, ഇതൊക്കെയാണ് നടന്നുകൊണ്ട് പോകുന്നത്. ഇതല്ല ഒരു ശരിയായ രീതി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും. സഭയിൽ ബാനർ ഉയർത്തുന്നു, സഭയിൽ വാച്ച് ആൻഡ് വാർഡുമായി ഉന്തും തള്ളുമുണ്ട്, ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന സംഭവമല്ല. പിന്നെ വാച്ച് ആൻഡ് വാർഡിലെ സ്ത്രീകൾ മുമ്പിൽ വന്ന് സ്ത്രീകളുമായിട്ടുള്ള തർക്കം നമ്മൾ എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം MP രാജേഷിനെതിരെ വളരെ വികലമായ ആരോപണം ഉന്നയിക്കുകയും അവസാനം അത് വിഷ്വലിട്ട് നിയമസഭയിൽ സ്പീക്കറുടെ റൂമിൽ ഇട്ട് MP രാജേഷ് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് വ്യക്തമായി ടി വി രാജേഷും അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നുള്ള ജോസഫ് മാത്യുവും ആയിരുന്നു തോന്നുന്നു. ജോസഫ് മാത്യു ആയിരുന്നു. ഇവർ രണ്ടുപേർക്കെതിരെയായിരുന്നു ആക്ഷേപം ഉണ്ടായിരുന്നത്. അവസാനം ദൃശ്യം വന്നപ്പോൾ തെളിഞ്ഞു അങ്ങനെയല്ല. അതിനു മുമ്പ് KM മാണി പ്രതിപക്ഷത്ത് നിന്ന് വളരെ മോശമായ ഒരു പദപ്രയോഗം ഉണ്ടായി എന്ന് പറഞ്ഞു. ആ പദപ്രയോഗം ബഹളത്തിൽ മുങ്ങിപ്പോയിട്ട് അവസാനം KM മാണിയെ പിന്തുണയ്ക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അവസാനം KM മാണി നാണം കെട്ട് ആ പ്രസ്താവന നടത്തിന് പിന്നോട്ട് പോകേണ്ടി വന്നു. ഇങ്ങനെ സഭയ്ക്കകത്ത് പല പ്രാവശ്യത്തല ഇത്തരം കൊടുക്കൽ വാങ്ങലുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വാച്ച് ആൻഡ് വാർഡിനെ തൊട്ടു മാന്തി എന്നൊക്കെ പറയുന്നതിനകത്ത് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകും. എനിക്ക് ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല, ദൃശ്യങ്ങൾ പുറത്തു വിട്ടെ. പക്ഷേ വാച്ച് ആൻഡ് വാർഡിനെ വെച്ച് ഇങ്ങനെ ഒരു സസ്പെൻഷൻ നടപടിയൊക്കെ ഇതിനു മുമ്പും കേരളം കണ്ടിട്ടുണ്ട്. അത് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവർ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്നവരും ചെയ്യുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ ഭാഗമായി നടക്കും. നിങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച ന്യൂ നോർമലാണ്. സ്പീക്കറുടെ കമ്പ്യൂട്ടർ വരെ അടിച്ചു പൊട്ടിക്കാം, സ്പീക്കറുടെ കസേര വരെ തല്ലിപ്പൊളിക്കാം എന്നൊരു നോർമൽ വരെ നമ്മൾ എത്തിച്ചു വെച്ചിട്ടുണ്ട് എല്ലാവരും കൂടെ ചേർന്നിട്ട്. അതുകൊണ്ട് അതുവരെ കാര്യങ്ങൾ എത്തട്ടെ. അതുവരെ പ്രതിഷേധങ്ങൾ ഇങ്ങനെയൊക്കെ പോകും. സ്പീക്കറുടെ മുഖത്തേക്ക് ബാനർ പിടിക്കാമോ? പിടിക്കാൻ പാടില്ല. സ്പീക്കറെ തള്ളിയിടാമോ എന്ന് വെച്ചാൽ തള്ളിയിടാൻ പാടില്ല. സ്പീക്കറെ കസേരയിൽ ഇരുത്തുന്നത് പ്രതിഷേധിച്ചുകൊണ്ട് സ്പീക്കറെ തള്ളി താൻ തിരിച്ചു പോടും എന്ന് പറഞ്ഞ് തള്ളുകയോ എന്ന് ചോദിച്ചാൽ ചെയ്യാനും പറ്റില്ല. പക്ഷേ ഇതെല്ലാം കണ്ടിട്ടുള്ള നിയമസഭയാണ്. അതിന് ഓരോ കാലത്ത് ഓരോ ന്യായമുണ്ട്. അതുകൊണ്ട് പ്രതിഷേധങ്ങളുടെ കാര്യത്തിൽ കൈവിട്ടില്ലെന്നോ പറയാനുള്ള ധാർമ്മികമായ അവകാശം ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഇല്ല. വേറെ ഇതൊന്നും ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ വരുമ്പം അവർ ചെയ്യട്ടെന്നേ പറയാൻ പറ്റും. പക്ഷേ സഭയിലെ ഭാഷ അത് ഇനിയെങ്കിലും ഭരണപക്ഷം ഇന്ന് ഉന്നയിച്ചത് പിൻവലിക്കണം. കാരണം കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഒരു ഇത്തരം കാര്യങ്ങളിൽ മുൻപേ നടക്കുന്ന ഒരു ശീലമുണ്ട്. വാക്കുകളുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് വ്യക്തമായ ബോധമുള്ളൊരു പ്രസ്ഥാനമാണ്. അവരുടെ ഭാഗത്തു നിന്ന് ഇത്തരം പ്രയോഗങ്ങൾ നാണം കെട്ട പരിപാടിയാണ്. കൈവിട്ട പ്രതിഷേധമോ എന്നുള്ളതാണ് ചോദ്യം. കൈവിട്ട പ്രതിഷേധവും കൈവിട്ട പ്രതികരണങ്ങളും സഭയിൽ കണ്ടു എന്നുള്ളതാണ് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ. ഓരോ രാഷ്ട്രീയ നേതാവും അവരവരുടെ പ്രതികരണങ്ങളിൽ പാലിക്കേണ്ട മിതത്വമുണ്ട്. നമ്മുടെ ഇതേ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് ചെത്തുകാരൻ്റെ മകൻ എന്ന് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ വിശേഷിപ്പിച്ചത്. മുൻ സംസ്ഥാന അധ്യക്ഷൻ. അതേ അധ്യക്ഷൻ തന്നെയാണ് കേരളത്തിലെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന, കേരളത്തിലെ MLA ആയിരുന്ന MM മണിയെ ചിമ്പൻസിയോട് ഉപമിച്ചുകൊണ്ടൊരു പ്രയോഗം നടത്തിയത്. ഇതെല്ലാം അത്യന്തം അപലപനീയമായ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ബോഡി ഷേമിംഗാണ്. സമാനമായ രീതിയിലുള്ള പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു MLA-യുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി
അവിടെ പൊക്കം കുറഞ്ഞ ഒരുപാട് MLA-മാരുണ്ട്. പൊക്കം കുറവ് എന്നുള്ളത് എൻ്റെ പൊക്കമാണ് എന്ന് പറഞ്ഞ കുഞ്ഞുണ്ണി മാഷാണ് മുഖ്യമന്ത്രിക്കുള്ള മറുപടി എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ന് ബാക്കി വന്ന 2 പ്രതികരണങ്ങളെയും ശക്തമായ ഭാഷയിൽ ഭരണപക്ഷം തന്നെ അപലപിക്കേണ്ടതാണ്. ഏതെങ്കിലും തരത്തിൽ വികലാംഗരായിട്ടുള്ള ആളുകളെക്കുറിച്ചുള്ള ഒരു സ്ലഗ് ഷേമിംഗ് നടത്തി അല്ലെങ്കിൽ ഒരു ബോഡി ഷേമിംഗ് നടത്തി ഒരു ജോക്ക് പറയലല്ല നിയമസഭയിലെ ഉത്തരവാദിത്തപ്പെട്ട സാമാജികരുടെ ഉത്തരവാദിത്വം എന്നതാണ് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ. അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരു ഇഞ്ച് പോലും ഭരണപക്ഷത്തിലെ MLA-മാരെ അനുകൂലിക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിനെ ന്യായീകരിക്കാനോ ഞാനില്ല. അതേസമയം തന്നെ അതെല്ലാ നേതാക്കൾക്കും ബാധകമാണ് എന്നത് ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്നു. ഇനി തിരികെ വരാം. കൈവിട്ട പ്രതിഷേധമോ എന്നാണ് ചോദ്യം. എന്തായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ കഴിഞ്ഞ 4 ദിവസങ്ങളിലെയും നിയമസഭ സ്തംഭിപ്പിക്കുമ്പോഴുള്ള ആവശ്യം? 2019 നമ്മൾക്കിപ്പോൾ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നഷ്ടപ്പെട്ടു പോയ 40 ഗ്രാം സ്വർണം, 40 പവൻ സ്വർണം, അഥവാ ഒരു ചെമ്പുപാളി അപ്പാടെ ഇളക്കി മാറ്റി മറ്റാർക്കോ കൊടുത്ത് അവിടെ ആ സ്വർണം പൂശിയ ചെമ്പുപാളിക്ക് പകരം മറ്റു സ്വർണം പൂശിയ ചെമ്പുപാളി വെച്ചു എന്ന് സംശയത്തിൻ്റെ നിഴലിലുള്ള ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്ന മേൽനോട്ടത്തിലുള്ള ഒരു SIT അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന 2019 ഒരു കേസിൽ 2021 അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും രാജിവെക്കണമെന്ന വിചിത്രമായ രാഷ്ട്രീയ യുക്തിയുമായിട്ടാണ് പ്രതിപക്ഷം സഭയിൽ 4ാമത്തെ ദിവസവും സഭ സ്തംഭിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിലേറ്റവും കൗതുകകരമായ കാര്യം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന് ആത്മാർത്ഥത തെല്ലുമില്ല എന്ന് തന്നെ ഞാൻ പറയും. ഞാൻ 2 കാര്യങ്ങൾ മാത്രം വളരെ വേഗത്തിൽ ചൂണ്ടിക്കാട്ടാം. ഇപ്പോൾ SIT അന്വേഷണം നടക്കുകയാണ്. നമ്മുടെ മുന്നിൽ സംശയത്തിൻ്റെ നിഴലിലുള്ളത് 2019 ഈ സ്വർണം പൂശിയ ദ്വാരപാലക കവചങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് സന്നിധാനത്തുണ്ടായിരുന്ന 3 പ്രധാനപ്പെട്ട വ്യക്തികളാണ്. അതിലൊന്ന് തിരുവിതാംകൂറിലെ അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറായിരുന്ന ബൈജു, മറ്റൊന്ന് അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആവുകയും പിന്നീട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആവുകയും ചെയ്ത മുരാരി ബാബു, 3ാമത്തെ ആളാണ് സ്പോൺസറായി വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇതുകൂടാതെ ആരൊക്കെ ഇതിനകത്ത് വരുന്നുണ്ടെന്നുള്ളത് ഇനി അന്വേഷണത്തിലൂടെ മനസ്സിലാകേണ്ട കാര്യമാണ്. നമ്മൾ നടത്തിയ അന്വേഷണത്തിലൂടെ, റിപ്പോർട്ടർ നടത്തിയ അന്വേഷണത്തിലൂടെ നമുക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഇനി 3 പേരുടെയും ബന്ധങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇതിൽ LDF സർക്കാരിൻ്റെ കാലത്തും UDF സർക്കാരിൻ്റെ കാലത്തും നടന്നിരിക്കുന്ന കാര്യങ്ങൾ കൂടി പറഞ്ഞു തന്നെ പോകണം. ആരായിരുന്നു കമ്മീഷണറായ ബൈജു? കമ്മീഷണറായിരുന്ന ബൈജു അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറായിട്ട്, ശബരിമലയിലെ കമ്മീഷണറായിട്ട്, ദേവസ്വം കമ്മീഷണറായിട്ട് പ്രവർത്തിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ദേവസ്വം ഫെഡറേഷൻ ഫ്രണ്ടിൻ്റെ സംഘടനയുടെ സെക്രട്ടറി ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസിൻ്റെ അതേസമയം മുരാരി ബാബുവോ ഇടതുപക്ഷ സംഘടനയുടെ ഭാരവാഹിയായിരുന്നു. 2 യൂണിയനിലും പെട്ടവരായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയോ 2003-2004 കാലഘട്ടത്തിൽ UDF സർക്കാരിൻ്റെ കാലത്താണ് ശബരിമലയിൽ പരികർമ്മിയായിട്ട് വരുന്നത്. അതിന് സർക്കാരുമായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം എന്താ? സർക്കാരല്ലല്ലോ അവിടെ മേൽശാന്തിയും പരികർമ്മിയും തീരുമാനിക്കുന്നത്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായിട്ടും ബന്ധമോ അടുപ്പമോ ഒക്കെ സ്ഥാപിക്കാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു എന്നുള്ളത് വ്യത്യസ്ത ചിത്രങ്ങളിലൂടെ നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ LDF-ൻ്റെ സംഘടനയുടെയും UDF-ൻ്റെ സംഘടനയുടെയും പ്രതിനിധികൾ ഈ പറയുന്ന നമ്മൾക്കിപ്പോൾ അറിയാവുന്ന ഈ കേസിലെ 3 പേരിൽ 2 പേരുമായിട്ടും ബന്ധമുണ്ട്. ഇപ്പോൾ ഈ ബൈജു ആരാണ്? ഈ ബൈജു എന്താണ് യഥാർത്ഥത്തിൽ ചെയ്തത്? അതുകൂടി നമ്മളൊന്ന് പറഞ്ഞു പോകണമല്ലോ. മുരാരി ബാബു ചെയ്തതുപോലെ തന്നെ അതിനുള്ള അവസരമൊരുക്കി കൊടുത്തത് ഈ കമ്മീഷണറാണ് എന്നുള്ളതാണ് നമ്മൾ നടത്തിയിരിക്കുന്ന അന്വേഷണത്തിൽ ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത്. അന്ന് നിർണായകമായി ഈ പാളികൾ അവിടെ നിന്ന് ഇളക്കിക്കൊണ്ടു പോകുന്ന സമയത്ത് ശബരിമലയിൽ ഉണ്ടാകേണ്ടിയിരുന്ന കമ്മീഷണർ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, താൻ വരില്ല എന്ന് അസൗകര്യങ്ങൾ ചിലത് ചൂണ്ടിക്കാട്ടി തലേ ദിവസം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കത്തയച്ചത് നമ്മൾ തന്നെയാണ് പുറത്തുവിട്ടത്. ഒരു സൂപ്രണ്ടിനെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാതെ, ഒരു പ്രോട്ടോക്കോളും പാലിക്കാതെ അന്ന് സഭയുടെ ശബരിമലയിൽ ഉണ്ടായിരുന്ന ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഹാജരാകേണ്ടിയിരുന്ന ആ ഉദ്യോഗസ്ഥനായ ബൈജു ഹാജരാകാതെ മഹസറിൽ ഒപ്പുവയ്ക്കാതെ ഈ അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടപ്പെട്ടവരുടെ മാത്രം സാന്നിധ്യത്തിൽ അത് കൊടുത്തുവിട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദുരൂഹത. അതിന് കേന്ദ്ര കാരണക്കാരനായിരിക്കുന്ന ബൈജു അന്നത്തെ കോൺഗ്രസിൻ്റെ സംഘടനയുടെ ദേവസ്വം ബോർഡ് ഫ്രണ്ടിൻ്റെ, അന്ന് അദ്ദേഹം പെൻഷനായിട്ടില്ല, സർവീസിലുണ്ട്. ഇന്ന് അദ്ദേഹം കോൺഗ്രസിൻ്റെ പെൻഷൻ സംഘടനയുടെ ട്രഷറാണ് ഈ ബൈജു. മറുഭാഗത്ത് നിൽക്കുന്ന മുരാരിയോ നേരത്തെ ഏറ്റുമാനൂരിൽ ആരോപണം നേരിട്ട് അവിടെ നിന്ന് തിരിച്ച് ശബരിമലയിലേക്ക് വരുന്നു. അത് ഇടത് യൂണിയനിൽപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെ യൂണിയൻ്റെ ഭാരവാഹിയിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ ആരോപണമാണ് ഉന്നയിക്കുന്നതെങ്കിൽ ഈ ഇപ്പോൾ ആരോപണത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന 3 പേരിൽ 2 പേരുടെയും രാഷ്ട്രീയ ബന്ധം കൂടി നമ്മൾ പരിശോധിക്കണം. ഇനി എനിക്ക് പറയാനുള്ളത്, 2013-14 കാലഘട്ടങ്ങളിൽ VS ശിവകുമാറിൻ്റെ സഹോദരൻ VS ജയകുമാർ ദേവസ്വം എക്സിക്യൂട്ടീവിൻ്റെ അംഗവും
ശബരിമലയിലെ ദേവസ്വം സെക്രട്ടറിയുമായിരിക്കുന്ന കാലം, ആ സമയത്ത് വലിയൊരു പാത്ര കുംഭകോണം നടന്നു. ഒരുപക്ഷെ നമ്മൾ ചരിത്രത്തിൽ ഇതുവരെ കേട്ടിട്ടില്ല. ശബരിമലയിൽ മണ്ഡലകാലത്തെയും മകരവിളക്കിനും മുന്നോടിയായിട്ട് കുറേ പാത്രങ്ങൾ വാങ്ങാനായിട്ട് തീരുമാനിക്കുന്നു. ചെങ്ങന്നൂരിലുള്ള ഇല്ലാത്ത സ്ഥാപനത്തിൻ്റെ പേരിൽ ടെൻഡർ വിളിച്ച് 1,87,00,000 രൂപയുടെ കരാറാണ് ഈ VS ജയകുമാറിൻ്റെ സഹോദരനായ വി എസ് ശിവകുമാറിൻ്റെ സഹോദരനായ VS ജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അടിച്ചുമാറ്റാൻ ശ്രമിച്ചത്. കണ്ടെത്തിയതാരാ? ഓംബുഡ്സ്മാനാ. അന്ന് ഓംബുഡ്സ്മാൻ ഇത് കണ്ടെത്തുമ്പോൾ അന്ന് ഈ ശിവകുമാറിൻ്റെ സഹോദരൻ ജയകുമാറിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എതിർത്തത് ആരൊക്കെയാ? പ്രയാർ ഗോപാലകൃഷ്ണൻ അന്ന് എതിർത്തു, സമ്മതിച്ചില്ല. പകരം അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ തീരുമാനിച്ചു. ഒടുവിൽ LDF സർക്കാർ വന്നു. ആ സമയത്ത് അന്വേഷണം നടത്തി. ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ ആ കേസ് നിലനിൽക്കുകയാണ്. ഇപ്പോൾ എന്താ VS ജയകുമാറിൻ്റെ അവസ്ഥ എന്നറിയാമോ? VS ജയകുമാറിൻ്റെ പെൻഷൻ 50% കട്ട് ചെയ്തു, 50% കട്ട് ചെയ്തു. ഏതു സർക്കാരിൻ്റെ കാലത്ത്? ഇടത് സർക്കാരിൻ്റെ കാലത്ത്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്നത് 50 പവൻ 2019 കാണാതെ പോവുകയോ അതല്ലെങ്കിൽ സ്വർണ്ണപ്പാളി കാണാതെ പോവുകയോ ചെയ്ത വിഷയം വരുന്നതിനും 6 വർഷങ്ങൾക്ക് മുമ്പ് UDF സർക്കാരിൻ്റെ കാലത്ത് 1,81,00,000 രൂപയുടെ പാത്രം വാങ്ങി കുംഭകോണം നടത്തിയ അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ സഹോദരൻ്റെ പെൻഷൻ 50% തടഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സബ്സിസ്റ്റൻസ് അലവൻസ് ഒഴികെയുള്ള ബാക്കി എല്ലാ ആനുകൂല്യങ്ങളും തടഞ്ഞിട്ടുണ്ട്. UDF സർക്കാരിൻ്റെ കാലത്താണ്. ഓംബുഡ്സ്മാൻ കണ്ടെത്തിയതാണ്. ആരോപണ വിധേയൻ ചെറിയ കക്ഷിയല്ല, ദേവസ്വം മന്ത്രിയുടെ സഹോദരനാണ്, ദേവസ്വം സെക്രട്ടറിയാണ്. ഈ 2019 സംഭവം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയുടെയോ ഓംബുഡ്സ്മാൻ്റെയോ അല്ലെങ്കിൽ ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളിലോ ഒരു രാഷ്ട്രീയ ബന്ധം സൂചിപ്പിക്കാനോ എടുത്തു കാണിക്കാനോ കഴിയുമോ എന്നുള്ളതാണ്. VS ശിവകുമാറിൻ്റെ സഹോദരൻ VS ജയകുമാറിൻ്റേതുപോലെ അന്ന് അക്കാലത്ത് നടന്ന പാത്രകുംഭകോണം പോലെ ഏതെങ്കിലും തരത്തിലുള്ളൊരു രാഷ്ട്രീയ ബന്ധം നിലവിലുള്ള ദേവസ്വം മന്ത്രിയുമായി ബന്ധപ്പെട്ടോ ദേവസ്വം പ്രസിഡന്റുമായി ബന്ധപ്പെട്ടോ, അതായത് വാസവനുമായി ബന്ധപ്പെട്ടോ PS പ്രസാദുമായിട്ട് ബന്ധപ്പെട്ടോ എടുത്തു കാണിക്കാനുണ്ടോ എന്നുള്ളതാണ് എൻ്റെ മൂന്നാമത്തെ ചോദ്യം. അങ്ങനെ ഇല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ വാസവൻ്റെയും PS പ്രസാദിൻ്റെയും രാജി ആവശ്യപ്പെടുന്നത്? അപ്പോൾ ചോദിക്കും, കടകംപള്ളി സുരേന്ദ്രനുമായിട്ടുള്ള ബന്ധം, അതിനല്ലേ SIT. കടകംപള്ളി സുരേന്ദ്രനുമായി നമ്മളുടെ അന്വേഷണത്തിൽ ഇതുവരെയെങ്കിലും ഈ നിമിഷം വരെയെങ്കിലും ഈ ചെമ്പുപാളി കടത്തിയതിൻ്റെ ഉത്തരവാദിത്വം നിലവിലെത്തി നിൽക്കുന്നത് കമ്മീഷണർ ലെവലിൽ വരെ മാത്രമാണ്. അതിന് മുകളിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റോ ആ പ്രസിഡന്റിന് മുകളിൽ മന്ത്രിയോ ഉത്തരവിട്ടതായിട്ട് ഒരു രേഖകളിലും കാണുന്നില്ല. ഒരു രേഖയും നമ്മുടെ മുന്നിലില്ല. ഒരു കോടതി പരാമർശവും നമ്മുടെ മുന്നിലില്ല. നമ്മൾ കണ്ടെത്തിയ തെളിവുകളിലും ആ പറയുന്നത് ഒന്നുമില്ല. ചില ഫോട്ടോകൾ വന്നിരിക്കുന്നതല്ലാതെ അതെല്ലാ ഫോട്ടോകളും വന്നിട്ടുണ്ട്, എല്ലാ നേതാക്കന്മാരുമായിട്ടുള്ള ഫോട്ടോകളും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രതിപക്ഷത്തിന് ഈ വിഷയത്തിൽ എന്താണ് ആത്മാർത്ഥത എന്നതാണ് ചോദ്യം. ഈ 3 കാര്യങ്ങൾ, ഒന്ന്, അതിൽ ആരോപണ വിധേയനിൽ 2 പേരിൽ ഒരാൾ UDFൻ്റെ യൂണിയനിൽപ്പെട്ടയാളാണ്, കോൺഗ്രസിൻ്റെ സംഘടനാ ഭാരവാഹിയാണ്. രണ്ടാമത്തേത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഇടത് സംഘടനയുടെ ഭാരവാഹിയാണ്. അപ്പോൾ ആ കാര്യത്തിൽ സമാസമമാണ്. അവിടെ എന്ത് രാഷ്ട്രീയ ആരോപണമാണ് ഇനി ഉന്നയിക്കാൻ പോകുന്നത് കോൺഗ്രസ്? 2013 കാലഘട്ടത്തിലെ പാത്രകുംഭകോണത്തിൽപ്പെട്ടത് അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ സഹോദരനായിട്ട് നടപടി എടുക്കാതിരുന്ന സർക്കാരാണ്, നടപടി എടുക്കാതിരുന്ന ദേവസ്വം ബോർഡാണ്. പിന്നീട് ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോഴാണ് നടപടി എടുക്കുന്നതും ഇപ്പോഴും പെൻഷൻ പാതി നിഷേധിക്കപ്പെട്ട നിലയിൽ നിൽക്കുന്നതും. ഓംബുഡ്സ്മാൻ വരെ കണ്ടെത്തി, ചെറുന്നിയൂർ P ശശിധരൻ കമ്മീഷൻ കണ്ടെത്തി, 8-7 ശരിയാണെന്ന് തെളിഞ്ഞു. 8-7 അത്ര വലിയ കുംഭകോണമാണ് നടത്തിയത്. ഇല്ലാത്ത സ്ഥാപനത്തിൻ്റെ പുറത്ത് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടി ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വത്തടിച്ചു മാറ്റാൻ ശ്രമിച്ചു. അവരാണോ ഈ പ്രതിപക്ഷത്തിൻ്റെ മേലങ്കി അണിഞ്ഞ് ഇന്ന് സഭയിൽ സമരം നടത്തിയത്? അവർക്ക് എന്ത് ആത്മാർത്ഥത എന്ന് ചോദിച്ചാൽ എന്താ മറുപടി? ആ മറുപടിയാണ് ശരിക്കും നമ്മൾ അർഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ വിഷയത്തിൽ ഇന്ന് പ്രതിപക്ഷം സഭയിൽ കാട്ടിയതിലും തെല്ലും ആത്മാർത്ഥതയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുക. കാരണം ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. ഇനി നടക്കേണ്ടത് SIT അന്വേഷണമാണ്. ഇനി എന്താ സർക്കാർ ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുക? എന്താ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം? കോൺക്രീറ്റ് ആയിട്ടുള്ള ആവശ്യം എന്താ? സഭ വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ ബില്ലുകളല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തത്? ഇന്ന് ചർച്ച ചെയ്ത വിഷയം ഏതാ? ഏക കിടപ്പാട സംരക്ഷണ നിയമമാണ് 2025. ഇതിന് തൊട്ടു മുമ്പ് ചർച്ച ചെയ്ത വിഷയം ഏതാ? സ്വകാര്യ ഭൂമിയുടെ ക്രമവൽക്കരണ നിയമമാണ് 2025. കേരള വന നിയമ ഭേദഗതി ബില്ല്, വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ല്, സുപ്രധാനമായി 21 നിയമനിർമ്മാണം നടന്ന സെഷനാ. അതിൽ ഈ പ്രതിപക്ഷത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? 0. അതിൽ അവസാനത്തെ 4 ദിവസം വളരെ പ്രധാനപ്പെട്ട ചർച്ചകളും ചോദ്യോത്തരവേളയും നടന്നു. ക്യാൻസർ രോഗികൾക്ക് ഇന്ന് പൂർണ്ണമായും സൗജന്യമായും KSRTCയിൽ യാത്ര അനുവദിച്ച് ശ്രദ്ധേയമായിട്ടുള്ള പ്രഖ്യാപനം വന്നു. ഇതൊക്കെ വരുമ്പോൾ പ്രതിപക്ഷം എവിടെയാ? പുറത്താ. എന്തിനാ? 2019 അന്ന് നടത്തിയ വീഴ്ച ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള SIT അന്വേഷിക്കുമ്പോൾ ഇതുവരെയും ഒരു രാഷ്ട്രീയ നേതാവിനെതിരെയും ഒരു ആരോപണവും കോടതിയുടെയോ ഒരന്വേഷണത്തിനോ ഒരു മാധ്യമത്തിനോ കൊണ്ടുവരാൻ കഴിയാത്ത ഒരു വിഷയത്തിൽ കിട്ടിയ ഒരു സുവർണാവസരമായി അതിനെ ഉപയോഗിക്കാനുള്ള തിടുക്കത്തിൽ സഭയിൽ 4 ദിവസത്തെ നടപടികൾ സ്തംഭിപ്പിക്കുകയായിരുന്നു പ്രതിപക്ഷം എന്നതാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം ഇന്ന്
കൈവിട്ടുപോയ പ്രതിഷേധമാണ്. അത് പല രീതിയിൽ കൈവിട്ടു പോകും. അത് കീഴ്വഴക്കമാണെന്ന് കരുതി നമുക്ക് ന്യായീകരിക്കേണ്ട ഒരു ബാധ്യതയും മാധ്യമപ്രവർത്തകർക്കില്ല. അന്ന് ചെയ്തത് തെറ്റ്, ഇന്ന് ചെയ്തതും തെറ്റ്. അന്ന് സഭയിൽ സ്പീക്കറുടെ കസലെടുത്തെറിഞ്ഞത് തെറ്റ്, ഇന്ന് സ്പീക്കറുടെ മുഖം മറച്ച് ബാനർ പിടിച്ചതും വാച്ച് ആൻഡ് വാർഡിനെ കയ്യേറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കയ്യേറിയതും തെറ്റ്. അങ്ങനെ പറയാനുള്ള ധൈര്യം നമ്മൾ കാട്ടണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. അതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം കൈവിട്ടുപോയി എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ നിലപാട്. കൈവിട്ട പ്രതിഷേധമോ എന്നാണ് ചോദ്യം. എൻ്റെ ഗസ്റ്റ് കൈവിട്ട പ്രതിഷേധമോ എന്ന് ചോദിച്ചാൽ കൈവിട്ടതും വിടാത്തതുമായ പ്രതിഷേധം കുറേ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ പറയുന്നത് 2021 ഇലക്ഷൻ്റെ കാലത്ത്, ഇലക്ഷൻ്റെ തൊട്ട് മുൻപ് ഇതുപോലെ തന്നെയായിരുന്നല്ലോ കാര്യങ്ങളൊക്കെ നടന്നത്. ഒന്നെന്താണ്, ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തുന്നു, രണ്ടാമത് ഖുറാനിൽ സ്വർണം കടത്തുന്നു, മൂന്നാമത് ഈത്തപ്പഴത്തിൽ സ്വർണം കടത്തുന്നു. അത് എന്തുകൊണ്ടാണ് ഈത്തപ്പഴവും ഖുറാനും ബിരിയാണി ചെമ്പും വന്നതെന്ന് നിങ്ങൾക്കറിയോ? വിശ്വാസം മാത്രമല്ല, അവിടുത്തെ രണ്ടുപേരാണ് അതിനകത്ത് വഴികെട്ടത്. ഒന്ന് KT ജലീലും, ഒന്ന് ശ്രീരാമകൃഷ്ണനും. രണ്ടുപേരും എവിടുത്തുകാരാ? രണ്ടുപേരും മലപ്പുറം ജില്ലക്കാരാണ്. മലപ്പുറത്തെ വോട്ട് പിടിക്കുക എന്നുള്ളത് മാത്രമേ ലക്ഷ്യമുള്ളൂ, വേറൊന്നും അതിനകത്തില്ല. കാരണം അവിടെ എന്താണ്, അവിടെ ഖുറാനിനെ കുറിച്ച് പറഞ്ഞാൽ എന്താ സംഭവിക്കാമെന്ന് നമുക്കറിയാലോ, അവിടെ ഈത്തപ്പഴത്തെക്കുറിച്ച് എന്താ പറയുക സംഭവിക്കാമല്ലോ, അവിടെ ബിരിയാണി ചെമ്പിനെ കുറിച്ച് എന്താ പറയുക സംഭവിക്കാൻ നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് അത് പാലക്കാട് പോയി പറയില്ല, കാരണം അവിടെ ചെന്നിട്ട് ചിലപ്പോൾ പച്ചക്കറിയും കറിയൊക്കെ വേണ്ടി വരുമായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ട് അത് അവിടുത്തെ പറയില്ല. മലപ്പുറത്തേക്ക് വരുമ്പോൾ ഞാൻ പറയുന്നത് പണ്ട് കാലങ്ങളിലും രാഷ്ട്രീയം കടത്തുന്നത് എങ്ങനെയാണ്, മതം രാഷ്ട്രീയമായി എന്തെങ്കിലും കണ്ടിട്ട് അത് അപ്പം അത് രണ്ടും കൂടെ കൂട്ടി കണക്കി പിന്നെ അതിലേക്ക് അങ്ങ് പോവുകയാണ് ചെയ്യുക. ഇപ്പം എന്താ നിയമസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? നിയമസഭയെ ശരണം വിളിക്കാനുള്ള കേന്ദ്രമാക്കി മാറ്റുകയാണ്. കഴിഞ്ഞ 4 ദിവസമായിട്ട് എന്താണ് നിയമസഭ എന്ന്, എന്താണ് നിയമസഭ എന്ന് പറയുന്നത്? നിയമനിർമ്മാണ സഭ എന്നാണല്ലോ പറയുക. നിയമനിർമ്മാണം നടത്താൻ വേണ്ടിയിട്ട് 140 MLA-മാരെ നിയമസഭയിലേക്ക് പറഞ്ഞു വിട്ട് വോട്ട് ചെയ്ത ജനങ്ങളാണല്ലോ നമ്മളെല്ലാവരും. അങ്ങനെയല്ലേ? ഇവരവിടെ ചെന്നിട്ട് അതാണോ ചെയ്യേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ അവിടെ പോയി ശരണം വിളിക്കുകയാണോ വേണ്ടത്? അവിടെ എന്താണെന്ന് 24 ബില്ല് പാസ്സാക്കിയ ഒരു നിയമസഭ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബില്ല്, വനഭേദഗതി ബില്ല് വേണമെന്ന് പറഞ്ഞ് കാസർഗോഡ് തുടങ്ങി സമരം നടത്തിയ പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നല്ലേ? അല്ലേ? ആ കോൺഗ്രസ് ഭേദഗതി ചർച്ച ചെയ്യാൻ വന്നപ്പോൾ എന്താ അതിനകത്ത് എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? എന്താ അതിന് മറുപടി പറഞ്ഞു പോയത്? രണ്ടത്, കേരളത്തിൽ കിടപ്പാടമില്ലാത്ത ഒരാൾ പോലും പാടില്ല എന്ന് പറഞ്ഞ് സമരം നടത്തിയ പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നല്ലേ? എന്താ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബില്ല് ചർച്ച ചെയ്ത് വന്നപ്പം കോൺഗ്രസ് മൂന്നാമത്തെ കാര്യം എന്താണ്, ഭൂഭേദഗതി ബില്ല്. കാരണം ഇടുക്കിയിലും വയനാട്ടിലും പാവങ്ങൾക്ക് സ്ഥലമില്ലേ, വീട് വെക്കാൻ കഴിയുന്നില്ലേ, കൃഷി ചെയ്യാൻ കഴിയുന്നില്ലേ നിലവിളിച്ച പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നല്ലേ? ആ ബില്ല് ചർച്ച ചെയ്തപ്പോൾ എന്താ അവിടെ ആളുള്ളത്, എന്താ കോൺഗ്രസിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്? ഞാൻ പറയുന്നത് നിയമനിർമ്മാണ സഭയിൽ നിയമനിർമ്മാണം നടത്തിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുന്നേ. ഞാൻ പറയും, ഒരു ദിവസം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് ഇടപെടുകയും അതിനെ ശക്തമായി വിമർശിക്കുകയും അതിനെ ശക്തമായി ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ട് അടുത്ത ദിവസമെങ്കിലും അടുത്ത കാര്യങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതെന്നില്ല. ഇനി എവിടെയാണ് ഈ 140 MLA-മാരുടെ പരിപാടി കഴിഞ്ഞല്ലോ, ഇനി ഉണ്ടോ? ഇനി ഈ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് ഒരു സെക്ഷൻ ഉണ്ടോ? ആ ഒരു ബഡ്ജറ്റ് സെക്ഷനുള്ള എത്ര ദിവസം? വളരെ കുറഞ്ഞ ദിവസം, പകുതി ദിവസം മാത്രമാണ് ഒരു നിയമസഭയിൽ ആകെ കിട്ടാനുള്ളൂ. അവിടെ എന്തെങ്കിലും ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ കഴിയുമോ? ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ്, നിയമസഭ ഇലക്ഷന് തൊട്ട് മുമ്പ് അങ്ങനെ ഒരു സെക്ഷൻ, ഇത്രയും ലോങ് ആയൊരു സെക്ഷൻ കിട്ടിയിട്ട് ഒരു കാര്യവും പ്രോപ്പറായി ചെയ്യാതെ വന്നിരുന്നിട്ട് ഞങ്ങളിതാ ശബരിമലയിലെ സ്വർണം ഞാനിനി പോട്ടെ അടിച്ചു മാറ്റി എന്താണ് കട്ടുകൊണ്ട് പോയ സ്വർണത്തിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് എത്രയുണ്ടെന്ന് അറിയോ നിങ്ങൾ? മറ്റേത് 50 പവൻ സ്വർണത്തിൻ്റെ കാര്യമാണ്. ഇനി അങ്ങനെ സംഭവിച്ചു. കാരണം കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ എന്ത് പഠിച്ചു എന്നേ. അവരുടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് പുലിയാണ് വീട്ടിനകത്ത്, ഇന്ന് കടുവയാണ് വീടിനകത്ത്. അവന് കൃഷി ചെയ്യാൻ കഴിയുന്നില്ല. ഈ കാര്യങ്ങൾ എന്തെങ്കിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? വീട്ടിലേക്ക് നികുതി അടയ്ക്കാൻ കഴിയുന്നില്ല. അവൻ കിടപ്പാടം വെച്ചിരിക്കുന്ന വീട് അവൻ്റെ പേരിലല്ല ഇന്ന് പല സ്ഥലങ്ങളിലും പട്ടയം കിട്ടുന്നില്ല. ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട നിയമസഭയിൽ, ഇതൊക്കെ ചർച്ച ചെയ്ത ബില്ല് അവതരിപ്പിച്ച നിയമസഭയിൽ എന്തൊരു കോൺട്രിബ്യൂഷനാണ് ചെയ്തത്? ഇതെല്ലാം ചെയ്യേണ്ടിയിരുന്നു. ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ചെയ്യേണ്ടത് എന്താ? ഒരു MLA എന്നുള്ള നിലയ്ക്ക് ഒരു MLA ജയിച്ചു വന്ന ആ കോൺസ്റ്റിറ്റ്യൂൻസിയിലെ ജനങ്ങളോട് മര്യാദ കാണിക്കണ്ടേ? അവരോട് നീതി പുലർത്തണ്ടേ? ആ നീതി പുലർത്തേണ്ട പാർട്ടിക്കാർ ചെയ്യേണ്ട പണി ഇതാണോ? ഞാൻ ചോദിക്കട്ടെ, സ്പീക്കറുടെ മുന്നിൽ വലിയ രീതിയിൽ ബാനർ മറിച്ചുകൊണ്ട് കേരളത്തിലെ ശബരിമലയുള്ള പ്രശ്നം തീരുമോ? ഇന്നത്തോടു കൂടി ആ പ്രശ്നം അവസാനിച്ചോ? ഞാൻ ചോദിക്കുന്നത്, ഇന്നത്തോടു കൂടിയിട്ട് നിയമസഭയിൽ ഉണ്ടായത് പ്രശ്നം അവസാനിച്ചു എന്ന് പറയാം. ശരി, എല്ലാത്തിനും തീരുമാനം കിട്ടി. അവിടെ ഏതെങ്കിലും മന്ത്രി രാജിവെച്ചോ? ഞാൻ അന്നീ പറയാം, അല്ലെങ്കിൽ കറക്റ്റായി ചൂണ്ടിക്കാണാൻ പറ്റണം. ഏതെങ്കിലും അഴിമതി നടത്തിയ ഒരു മന്ത്രി ആ നിയമസഭയിൽ ഇരിക്കണം, അല്ലെങ്കിൽ ആ ഏതെങ്കിലും ഒരു അഴിമതി നടത്തിയ നേതാവാണ് നിയമസഭയിൽ ഇരിക്കണം. ആരെങ്കിലും ചൂണ്ടിക്കടത്താൻ പറ്റുമോ? 2019 ആരോ ചെയ്ത കുറ്റത്തിന് ഇപ്പോൾ ഇരിക്കുന്ന മന്ത്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആരോ ചെയ്ത കേസിന് ഇപ്പോൾ ഇരിക്കുന്ന മുഖ്യമന്ത്രിക്ക് എന്ത് ചെയ്യും? ആ മുഖ്യമന്ത്രി ചോദിക്കുന്നില്ല ചോദ്യം ഒരു ദിവസമെങ്കിലും പ്രോപ്പറായിട്ട് അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയട്ടെ. എത്ര ദിവസമാണ് ഈ നിയമസഭാ സമ്മേളനം നശിപ്പിച്ച് കളഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്നിട്ട് എന്തെങ്കിലും തീരുമാനമോ? എന്നിട്ട് ഇവർ വലിയ വായിൽ പറയും, നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ ടേബിളിന് മേലെ കൂടെ കയറി നടന്നു, നിങ്ങൾ എന്താണ് 2016 ഇലക്ഷന് മുമ്പ് നിങ്ങൾ എന്താ നിയമസഭയിൽ കാണിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ അപ്പുറം തന്നെയല്ലേ ഇപ്പോഴും കാണിച്ചത്. ഇവർക്ക് എന്ത് യോഗ്യത കൂടിയാണ് ചോദിക്കാൻ കഴിയുക? അന്നിത് ചെയ്തത് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോളൂ. നിങ്ങൾ ചെയ്തത് തെറ്റാണ്, ഞങ്ങളിത് ചെയ്യില്ല എന്ന് പറയണ്ടേ? ഞങ്ങളും ഇത് ചെയ്തു നിങ്ങളും അത് ചെയ്തു എന്ന് പറയുന്നതിൽ എന്ത് ന്യായമുള്ളത്?
പറ്റുമോ? അങ്ങനെ പറയാം. ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന അല്ലെ ഭരണപക്ഷത്തിരിക്കുന്ന ഒരു MLA ക്ക് സ്പീക്കറുടെ മുഖത്ത് നോക്കി ചോദിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? അതിന് മുന്നിൽ വലിയ ബാനർ കെട്ടി വെച്ചേക്കാണ്. ഇന്നൊരു വാച്ചന്മാർ പിടിക്കാൻ പറ്റില്ല, അത് പിടിച്ചു മാറ്റാൻ കഴിയില്ല, പിടിച്ചു മാറ്റിയാൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നമാണ് അടിച്ചോ. ഞാനൊന്ന് കാര്യം ചോദിക്കട്ടെ, ഇന്ന് MLA-മാരുടെ മേലൊക്കെ മാന്തി വെച്ചിരിക്കണം. കേരളത്തിലെ അവസ്ഥ, MLA-മാരുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. വാച്ചന്മാരുമായിട്ട് പിടിവലി നടത്തിയിട്ട് എന്റെ കൈ മാന്തി പറിച്ചു ഇറങ്ങാൻ പാടില്ലാത്ത നടുത്തളത്തിൽ ഇറങ്ങിയിട്ടാണ് മാന്തി പറിച്ചു വെച്ചിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അല്ല അപ്പൊ ഈ മാന്തി പറിച്ചു വെച്ച് എല്ലാ കാര്യത്തിലും പറയുമ്പോൾ പുരോഗമനം പറയണം. ഈ കാര്യത്തിൽ മാത്രം പുരോഗമനം പറഞ്ഞാൽ പോരല്ലോ. അയ്യോ ഇവിടെ എന്താ 8.25 അട്ടി വെച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് പുരോഗമനം വന്നു. പക്ഷെ എന്താണ് ഈ കാര്യത്തിൽ ഒരു പുരോഗമനം പറഞ്ഞോ? MLA ജീവിത അവസാനം വരെ ഇങ്ങനെ പോയാൽ മതി. ഒരു MLA ജയിപ്പിച്ചു വിടുന്ന സമയത്ത് അവിടെ നിയമസഭയിൽ ജയിപ്പിച്ചു വിടുന്നത് അത്യാവശ്യം ഗുണ്ടായിസോ തൻ്റെ ഇടമൊക്കെ ഉള്ള ആൾക്കാരെയാണ് അങ്ങോട്ട് വിടേണ്ടത്. എന്നിട്ട് അടിയുണ്ടാക്കാനാണ്. അവിടെ എന്താണ് തമ്മിൽ തല്ലാനുള്ള ഒരു കേന്ദ്രമാണോ ഈ പറഞ്ഞ നിയമസഭ എന്ന് പറയുന്നത്? അങ്ങനെയാണോ ഞാൻ പറയുന്നത്? അങ്ങനെ സംഭവിച്ചോ ഇല്ല എന്നുള്ളതല്ല, അങ്ങനെയാണോ ഒരു നിയമസഭ ആദ്യം തന്നെ പറഞ്ഞത്? ആദ്യം കണ്ടതല്ല. എന്താ ഞാൻ പറയുന്നത്? നിങ്ങൾ ചെയ്തത് തെറ്റാണെങ്കിൽ ആ തെറ്റ് ഞാനും ആവർത്തിച്ചതിന്റെ എന്ത് ന്യായം പറയാനാ? അല്ലെങ്കിൽ അത് പറയണം നിങ്ങൾ ചെയ്തത് തെറ്റാണ്, ഞങ്ങളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് സമാധാനപരമായിട്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ നിയമസഭാ സമ്മേളനം തുടങ്ങിയപ്പോൾ ഒരു 2-3 MLA-മാരെ ആ മുന്നിൽ സമരത്തിലെത്തിയായിരുന്നല്ലോ. അവരവിടെ പോയി? ഒരു ദിവസം രാത്രി കണ്ടല്ലോ, ഒരു ദിവസമല്ല കണ്ടല്ലോ, 2-ാം ദിവസം 3-ാം ദിവസം ഒന്നും കണ്ടില്ലല്ലോ. നിരാഹാരമല്ല, സത്യാഗ്രഹത്തിന് ഇരുത്തിയായിരുന്നല്ലോ. എന്തേ ആ സത്യാഗ്രഹത്തിൽ MLA-മാർ ഈ അവസരം വരെ ഇരിക്കാതെ പോയേ? അവരെ ആ രാത്രി കഴിഞ്ഞപ്പോൾ ആ സത്യാഗ്രഹത്തിൻ്റെ സംവിധാനം അവസാനിച്ചോ? അതെങ്ങനെയാണ് അവസാനിച്ചത്? ആരെങ്കിലും നാരങ്ങ വെള്ളം കൊടുക്കുന്നത് കണ്ടായിരുന്നോ? ആരെങ്കിലും പിടിച്ചെണീപ്പിച്ച് വിടുന്നത് കണ്ടായിരുന്നോ? ഒരു യോഗം വിളിച്ച് ഒരു സ്വപ്രാത്തി കഴിഞ്ഞപ്പോൾ ആ MLA-മാർക്ക് കൂട്ടുകിടക്കാൻ ഒരു MLA-നെ കിട്ടിയില്ലാന്ന്. അല്ല, അതിന്റെ കാരണം എന്താ അറിയോ? എന്താ? ആർക്ക് വേണ്ടിയാണോ നിരാഹാരം വരുന്നത്? അയാൾ ഹണിമൂണിന് പോയി. അല്ല ഞാൻ പറയുന്നത് അപ്പം ഇത് ഒരു സമരം നടത്തുമ്പോൾ ഒരു പ്ലാൻ വേണ്ടേ? ആ പ്ലാനിനനുസരിച്ചിട്ടല്ലേ പോകാൻ കഴിയുക. അപ്പം നമ്മൾ പറയുമ്പോൾ എന്താണ്? നമ്മൾ പറയുന്ന സമയത്ത് ഇതാ സെക്ഷൻ തുടങ്ങി, ഞങ്ങൾ സത്യാഗ്രഹം തുടങ്ങി. സത്യാഗ്രഹം 2-ാം ദിവസം പൊളിഞ്ഞു. 3-ാം ദിവസം പിന്നെ എന്താ അറിയോ? പിന്നെ ഒരു ചർച്ചയ്ക്ക് ഒരു വിഷയം കൊടുക്കുകയില്ല. കൊടുത്താൽ എന്ത് ചെയ്യും? സർക്കാർ എടുത്ത് ചർച്ച ചെയ്യും. ഇപ്പം എന്താ സംഭവിച്ചത്? അടിയന്തര പ്രമേയം ഒന്നും കൊടുക്കൂല. കൊടുത്തത് പരമാർത്ഥാണെങ്കിൽ അടിയന്തര പ്രമേയം എല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്താ സംഭവിച്ചത്? അടിയന്തര പ്രമേയം കൊടുക്കൂലെന്നേ. എന്തുകൊണ്ടാണ് ഈ സ്വർണ്ണക്കടത്തിന് മേലെ ഒരു അടിയന്തര പ്രമേയം കൊടുക്കാതിരുന്നേ? അപ്പോൾ അത് ചെയ്തില്ലല്ലോ. അപ്പോൾ ഒരു കരി വരുന്നത് നോക്കുന്ന സമയത്ത് സർക്കാരിനെതിരെ എന്നും പറയാം. ഇത് തന്നെയാണ് 2021 സംഭവിച്ചത്. 2021 ഈ പറഞ്ഞ സ്വർണ്ണം കടത്തിയതും ഈ പറഞ്ഞ ബിരിയാണി ചെമ്പും ഒക്കെ അങ്ങനെയാണോ ട്രീറ്റ് ചെയ്യപ്പെട്ടത്? അത് തന്നെയാണ് ഇനിയും. മാത്രമല്ല ആന്റോ അഗസ്റ്റിൻ, ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതേ 1 കോടി ആ കോടീശ്വരൻ്റെ കയ്യിലുണ്ടെന്ന് കടകംപള്ളി സുരേന്ദ്രൻ അറിയാം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു തെളിവ് പ്രതിപക്ഷ നേതാവ് വെച്ചിട്ടാണ് സംസാരിച്ചെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ല സാറേ, ഞാൻ പറഞ്ഞത് ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാം ഇദ്ദേഹം ഈ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഈ തെറ്റ് ചെയ്ത ആളതാ ഈ നിയമസഭയിൽ ഇരിക്കുന്നു, ഈ നിയമസഭയിൽ ഇദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് അങ്ങ് അംഗീകരിക്കാം. ഇതാരെക്കുറിച്ചും പറയുന്നില്ല. 2019 ആരോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ 2019 മാത്രം ആക്കണ്ടെന്നേ. 2011 ഒക്കെ എടുത്തോ. 2011 ചെയ്ത തെറ്റും 2016 ചെയ്ത തെറ്റും 2019 ചെയ്ത തെറ്റൊക്കെ എടുത്തോളൂ. അതുകൊണ്ടാണ് പറയുന്നത് 1.5 കോടി രൂപേൻ്റെ കൊട്ടേഷൻ ബ്രദറിന് കൊടുത്തു, സ്വന്തം സഹോദരന് കൊടുത്തവർക്ക് കണക്ക് എടുത്ത് ചർച്ച ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇന്നും ചർച്ച ചെയ്യാൻ വഴിയില്ലെന്നേ. ആ MLA-മാർ ആ ബെഞ്ചിൽ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ, ആ സീറ്റിൽ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ. കോടതി എന്തിനാണോ 2019 എടുത്തത്? അല്ല, കോടതി 2025 എടുത്താൽ മതി. SIT അന്വേഷണം നടക്കുന്നു. സഭ സമീപിക്കുന്ന എന്തിനാ? ആയിക്കോട്ടെ. അല്ല ഇത് ആയിക്കോട്ടെ, പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്വത്തോടു കൂടിയാണോ? കടകംപള്ളി സുരേന്ദ്രൻ അറിയാം, അറിയാതെ അത് നടക്കില്ല എന്നല്ല. ഏത് കോടീശ്വരന്റെ വീട്ടിലാണെന്ന് കടകംപള്ളി സുരേന്ദ്രൻ അറിയാം. ഉടനെ ആ തെളിവെടുത്ത് കടലാസ് എടുത്ത് കൊടുക്കാനാണെങ്കിൽ ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണോ സംഭവിക്കാറ്? പ്രതിപക്ഷ നേതാവിന് അറിയാമോ? പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് രാഷ്ട്രീയ ആരോപണം മാത്രമാണ്. അല്ല, അതാണ് പ്രശ്നം. അല്ലല്ല, അതായത് വസ്തുതയുടെ ഒരു കഴമ്പുമില്ലാതെ, സത്യത്തിന്റെ ഒരു കഴമ്പുമില്ലാതെ രാഷ്ട്രീയ ആരോപണം മാത്രമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതെന്ന് സ്മൃതി പറയുകയാണ്. സ്മൃതി ഇപ്പൊ പറയാണ്. അല്ല, സ്മൃതി പറയുകയാണ്. ഞാൻ പറയാം. ഓരോ കാലങ്ങളിലും വി എസ് കുമാറിന്റെ ഉത്തരവാദിത്വം എന്തുവായിരുന്നു?
പാത്രക്കുംഭകോണത്തിൽ വി എസ് ശിവകുമാറിന്റെ ഉത്തരവാദിത്വം ഇതിന്റെ കാര്യം അല്ലല്ല, മന്ത്രി ദേവസ്വം മന്ത്രിയാണ്. അത് കടകംപള്ളി എന്നല്ല, ദേവസ്വം മന്ത്രിമാർക്ക് സന്നിധാനത്ത് നടക്കുന്ന പർച്ചേസിംഗിന്റെ ഉത്തരവാദിത്വം എന്താണ്? അങ്ങനെയാണെങ്കിൽ ആർക്കാണ് അതിന് ഉത്തരവാദിത്വം? ഞാൻ പ്രതികരിച്ചില്ല. അന്ന് ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി എന്ന നിലയിൽ നിന്ന് സഹോദരനെ മാറ്റാതിരിക്കുന്ന നിലപാട് എടുത്തയാളാണ് വി എസ് ശിവകുമാർ. ഞാൻ കേൾക്കൂ. പ്രതികരിക്കണ്ട. നിങ്ങൾ എന്ന് വെച്ചാൽ ഭരണപക്ഷം പ്രതികരിക്കണ്ട. എങ്ങനെ പോട്ടെ? ചോദിച്ചത് നന്നായി. പോകട്ടെ ഡോക്ടർ. സ്മൃതി അത് ചോദിച്ചത് നന്നായി. ദേവസ്വം മന്ത്രിക്ക് അവിടെ സാധനങ്ങളുടെ പർച്ചേസിൽ എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം ജയിലിൽ പോകുന്നത് വി എസ് ശിവകുമാർ ആകുമായിരുന്നു. പോയോ? 2, ഈ പർച്ചേസിംഗിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്വം ആർക്കാ? മാനുവൽ അനുസരിച്ച് കമ്മീഷണർക്കാണ്, തിരുവാഭരണം കമ്മീഷണർക്കാണ്. അവിടെയുള്ള മുഴുവൻ സ്ഥാപന ജംഗമ സാധനങ്ങളുടെയും ഉത്തരവാദിത്വം. ശരി, അന്നത്തെ ദേവസ്വം പ്രസിഡന്റിനും ഒരു പങ്കുമില്ല. ദേവസ്വം പ്രസിഡന്റ് 2 വർഷത്തേക്ക് നിയമിതരാകുന്ന ആളാണ്. അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നിൽ പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞ തെളിവ് കാണിച്ചോ? ആര് പറഞ്ഞു? അല്ല, തെളിവ് കാണിക്കണല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന വി എൻ വാസവൻ അന്ന് പറഞ്ഞത് സത്യത്തിന്റെ ഒരു സാന്നിധ്യവും ഇല്ലാത്ത ആരോപണമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സ്മൃതിയും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഞാൻ ചോദിക്കുന്നത്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കേവലം രാഷ്ട്രീയ ആരോപണം മാത്രമാണ്. ആരോപണമായി പറയുന്ന ഇഷ്ടമുള്ള ഒരു വാചകം എടുത്തിട്ട് അത് വെച്ചിട്ട് എവിടെ തെളിവെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ CCTV ദൃശ്യങ്ങളെവിടെ? പരിക്കേറ്റ ഓപ്പറേഷൻ കൊണ്ടുപോയ ചീഫ് മാർഷലിന്റെ വിഷലെവിടെ? എന്താ കാണാത്തത്? ഇനിയിപ്പോ പ്രതിപക്ഷ നേതാവ് അവര് കാണിച്ചോ? നമുക്കൊരു ഇടവേള എടുക്കാം. ഞാനിയൊന്നും പറയാനൊന്നുമില്ല. അല്ല, പറഞ്ഞേ പറ്റൂ. അങ്ങെന്തായാലും ഇന്ന് ഈ ചർച്ചയിൽ സമ്മതിച്ചത് നന്നായി. പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചത് രാഷ്ട്രീയ ആരോപണമാണ്. നോക്കൂ, ഇന്നത്തെ പ്രതികരണമാണ് പറഞ്ഞത്. ഇന്ന് വി ഡി സതീശൻ പറഞ്ഞ പ്രതികരണമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അല്ല, ഒരു കോടീശ്വരൻ അത് വിറ്റിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് അദ്ദേഹത്തിന് എവിടെയോ തെളിവ് കിട്ടുന്നുണ്ട്. എവിടെയോ ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട്. താങ്കൾ ഈ ഒച്ച എടുത്തിട്ട് കാര്യങ്ങൾ ആവേശം കുറയ്ക്കൂ. അല്ല, പറയുന്നത് കേൾക്കൂ. കേരളത്തിന് പുറത്തുള്ള കോടീശ്വരന്മാരുമായിട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധം. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ നിന്നും പാളിയെടുത്ത് മറിച്ചു വിറ്റിട്ടുണ്ടെന്ന് പറഞ്ഞത് കോടതിയാണ്. ആ കോടതി പറഞ്ഞത് മറിച്ചു വിറ്റത് ഇവിടെയല്ല, പുറത്താണെന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് ജയറാമിന്റെ വീട്ടിലേക്ക് അത് കൊണ്ടുപോയി അവിടെ പൂജ നടത്തിയ കാര്യം പറയാം. അതുപോലെ ഏതോ ഒരു കോടീശ്വരൻ ദൈവത്തിന്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന പാളി ഇതാ കൊണ്ടുവന്നിരിക്കുന്നു, ഭക്തി പുരസ്സരം അത് വാങ്ങിയിരിക്കുന്നു. അതിന് അങ്ങ് പറഞ്ഞത് ഈ 50 പവന്റെ വാല്യൂ അല്ല ശ്രീ. എന്ന നിലപാടാണ് എന്റേത്. വിശ്വാസമൂല്യമുണ്ട്. പക്ഷേ എന്റെ പ്രശ്നം അതല്ല ആൻഡ്രൂ അഗസ്റ്റിൻ. ഈ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഏത് കോടീശ്വരന്റെ വീട്ടിലാണ് ഇരിക്കുന്നതെന്ന് മുൻ മന്ത്രിക്ക് അറിയാം എന്ന് പറഞ്ഞത് എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്ന വി എൻ വാസവന്റെ ബോധ്യത്തെ കുറിച്ച് എന്താണ് പറയാനില്ലാത്തത്? എനിക്ക് പറയാനുള്ളത് വി എൻ വാസവൻ പറഞ്ഞത് ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല. രണ്ടും കണക്കായല്ലോ. അത്രേ ഉള്ളൂ. അത് സമ്മതിച്ചാൽ മതി. അത് തന്നെയാണ് രാഷ്ട്രീയ പ്രതികരണം. അപ്പൊ പിന്നെ ഇന്ന് സഭയിൽ ഇവിടെ ഭരിക്കുന്നവർക്ക് ഉത്തരവാദിത്തമുണ്ട്, വകുപ്പിന് ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നിറവേറ്റിട്ടില്ല. ഒരു പ്രതികരണം പോലും ഉണ്ടായിട്ടില്ല. ശരി, പ്രിയപ്പെട്ട സ്മൃതി, പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണത്തിന്റെ പുറത്തല്ലേ സഭ 4 ദിവസം സ്തംഭിച്ചത്? രാഷ്ട്രീയ ആരോപണത്തിന് വേണ്ടിയാണോ ഈ സഭ സ്തംഭിപ്പിച്ചത്? അപ്പൊ സ്വർണ്ണപ്പാളി പോയിട്ടില്ല കേട്ടോ. നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഇത് രാഷ്ട്രീയ ആരോപണമാണെങ്കിൽ ആ കേവലം രാഷ്ട്രീയ ആരോപണത്തിന് 4 ദിവസം സഭയുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവിനാണ്. മോശമാണ്. ഞാൻ ഒരൊറ്റ വാചകം വെച്ചിട്ട് മുഴുവൻ സമരവും മുഴുവൻ ആവശ്യം എന്തായിരുന്നു? അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് ആ കോടീശ്വരനെ റിംഗിൽ കാണിച്ചെന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പം? രാഷ്ട്രീയ ആരോപണമല്ലേ? കണ്ടുപിടിക്കണമെന്നേ. അതിന്റെ പേരിൽ സഭ സമർപ്പിക്കുന്നത് എന്തിനാ? അതല്ലേ SIT അന്വേഷിക്കുന്നത്? സർക്കാരിന്
ഇനി എന്താ ചെയ്യാൻ കഴിയുക? സ്മൃതി പറയൂ. സർക്കാരിന് കോടതി ചെയ്തോളൂ. കേൾക്കൂ, ഇപ്പോൾ കോടതിയുടെ SIT അന്വേഷണം ഓ ആരംഭിക്കുന്നു. ഇതിങ്ങനെ എന്നും പറയണ്ടെന്നേ. SIT അന്വേഷണം ആരംഭിക്കുന്നു. ഇനി സർക്കാരിന് എന്താ ചെയ്യാൻ പറ്റുക? സർക്കാരിന് എന്താ ചെയ്യാൻ പറ്റുക? പറയൂ. ഒന്നും ചെയ്യാൻ പറ്റില്ല. വായ തുറന്ന് ഉത്തരവാദിത്തം പറയാമേ. അതിന് ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെ ഒരു പിഴവ് മുഖ്യമന്ത്രി പറ്റിയെന്ന് സംസാരിച്ചില്ലേ? പറയാനുള്ള ധൈര്യം കാണിക്കണം. ആര് പറയണം? എല്ലാ കുറ്റക്കാരും ഞങ്ങൾ ആര് പറയണം? ഏത് പിഴവ് പറ്റിയെന്ന് എന്ത് പറയണം? എന്ത് ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെ ഒരു പിഴവ് പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പിഴവ് പറ്റിയിട്ട് ഞങ്ങളുടെ കാലത്ത് പിഴവ് പറ്റിയെന്ന വാചകം ഉണ്ടായോ? അന്വേഷണത്തിലിരിക്കുന്ന വിഷയത്തിൽ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിഴവ് പറ്റിയെന്ന് അന്വേഷണത്തിന് മുൻപ് സമ്മതിക്കണമെന്നാണോ? അപ്പൊ പിഴവ് പറ്റിയിട്ടില്ല. അപ്പൊ നമ്മളിപ്പോ വാർത്തകളും തെളിവുകളൊക്കെ വെറുതെ. ആരാ കണ്ടെത്തേണ്ടത്? SIT അല്ലേ? ഓ ശരി. ആ SIT അങ്ങനെ SIT ഇവിടുത്തെ അന്വേഷണ സംവിധാനങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിട്ട് മാത്രമേ ഇവിടുത്തെ ഇവിടെ വർത്തമാനം പറയിക്കരുതേ. ഇതിനു മുമ്പത്തെ കോടതി വിശ്വാസമില്ലേ? താങ്കളെ ഈ കയ്യിൽ വെച്ചാൽ മതി. അപ്പൊ കൈവിട്ട പ്രതിഷേധമോ എന്നായിരുന്നു ചോദ്യം. 2 പേർ യെസ്, 2 പേർ നോ. Meet the editors.